സെമിത്തേരി അഥവാ ശവക്കോട്ട അല്ലെങ്കിൽ സിമെട്രി ഇതൊക്കെ ഇവിടെയൊക്കെ പോകുന്നത് ചിലർക്കെങ്കിലും ഒരു ഭയം ഉളവാക്കുന്ന കാര്യമാണ്. ചിലവർക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗാണ്. അതെന്തുകൊണ്ടായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ പല കാര്യങ്ങൾ ഓർപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു വലിയ റിയാലിറ്റി, അതായത് എല്ലാത്തിൻ്റെ അവസാനമായ ഒരു മരണം എന്നുള്ളൊരു കാര്യം, എന്തോ ഒരു ലോൺലിനെസ്, അങ്ങനെ സെമിട്രി പോകുമ്പോൾ ഒരു മിക്സ്ഡ് ഫീലിംഗാണ് മനുഷ്യർക്കുണ്ടാവുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ഈ ദിവസം ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു കല്ലറയെക്കുറിച്ച്. അത് ഒരു കഥയുടെ ആരംഭമായിരുന്നു, ഒരു തുടക്കത്തിൻ്റെ ആരംഭമായിരുന്നു. നമ്മൾ ഇന്ന് ആ കല്ലറയെക്കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 5-6 വാക്യങ്ങൾ ഇങ്ങനെയാ. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെ ഇല്ല. ഹി ഈസ് നോട്ട് ഹിയർ. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ. ഒരു കല്ലറ കാണിച്ചിട്ട് പറയുകയാണ്, ഹി ഈസ് നോട്ട് ഹിയർ. ഏത് കല്ലറയുടെ അടുക്ക ചെല്ലുമ്പോഴും നമ്മളെ അത് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം അതിൻ്റെ അകത്ത് ആരാണെന്ന് അടക്കപ്പെട്ടെന്നുള്ളതാ. പക്ഷെ ദൂതൻ പറയുകയാണ്, അവൻ ഇവിടെ ഇല്ല. ഹി ഈസ് നോട്ട് ഹിയർ, ഹി ഹാസ് റിസൺ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ, അതായത് ഒരു ഞായറാഴ്ച ദിവസം വെളുപ്പിന്, ഇരുട്ടൊക്കെ മാറി വരുന്നേ ഉള്ളൂ. അപ്പം തന്നെ ഒരു കല്ലറ കാണാൻ പോയ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അടക്കം ചെയ്ത കല്ലറ കാണാൻ പോയ സ്ത്രീകളെക്കുറിച്ചാണ് ഇത് പറയുന്നത്. അത് അവരുടെ പ്രിയപ്പെട്ട ഗുരുവിൻ്റെ കല്ലറയായിരുന്നു അല്ലേ. അതായത് 2 ദിവസം മുമ്പ് യഹൂദ മത നേതാക്കന്മാർ യേശുവിനെ അറസ്റ്റ് ചെയ്ത് ക്രൂശീകരിക്കുവാൻ പൊന്തിയോസ് പിലാത്തോസിനെ കൊണ്ട് ആ ജഡ്ജ്മെൻറ്റും പാസ്സാക്കിച്ച് യെരുശലേമിൽ ഗോൽഗോഥ മലയിൽ യേശു കർത്താവിനെ ക്രൂശിച്ചു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു, ആ സ്ത്രീകൾക്കും അറിയാം. പക്ഷെ ആ സ്ത്രീകൾക്കറിയാം യേശുവിനെ അടക്കം ചെയ്തിരിക്കുന്നത് ഈ കല്ലറയിലായിരുന്നെന്ന്. യേശുവിനെ എന്തിനാണ് ക്രൂശീകരിച്ചതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ഗുഡ് ഫ്രൈഡേയുടെ ദിവസം നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ചിന്തിച്ചല്ലേ. യേശു കർത്താവിനെ ക്രൂശീകരിക്കുമ്പോൾ യേശുവിനെ ക്രൂശിച്ച ആ ക്രൂശിൽ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. ഈ ബോർഡിൻ്റെ അവർ റോമാക്കാർ വിളിച്ചിരുന്നത്, റോമാക്കാരുടെ വധശിക്ഷ ഒരു രീതിയായിരുന്നു ക്രൂസിഫിക്ഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും അത് കൊടുക്കത്തില്ല. ഏറ്റവും കൊടും ക്രിമിനൽസ്, ഏറ്റവും മോശം ക്രിമിനൽസിന് കൊടുക്കുന്ന ശിക്ഷയായിരുന്നു ക്രൂശീകരണ ശിക്ഷ എന്ന് പറയുന്നത്. ഈ ക്രൂശീകരണ ശിക്ഷയിൽ അവർ ഉപയോഗിച്ചിരുന്ന ഒരു ബോർഡ് ഉണ്ടായിരുന്നു. ഓക്കെ, ആ മുകളിൽ യേശുവിനെ ക്രൂശിച്ചതിൻ്റെ മുകളിൽ അതിനവർ വിളിക്കുന്ന പേര് ടൈറ്റലസ് എന്നായിരുന്നു. ആ ലാറ്റിൻ വേർഡിൽ നിന്നാണ് പിന്നീട് ടൈറ്റിൽ എന്നുള്ള വേർഡൊക്കെ ഡെവലപ്ഡ് ആയിട്ട് വന്നത്. ഈ യേശുവിൻ്റെ ടൈറ്റലസ് എന്ന് പറയുന്ന ആ സാധനം എന്ന് പറയുന്നത്, ക്രൂശീകരിക്കാൻ പോകുന്ന ആൾ ആരാണോ അയാൾ ഒരു ബോർഡ് പോലെയാണ്, അതൊരു പ്ലക്കാർഡ് പോലെ. അത് നെഞ്ചിൽ എന്താണ് കുറ്റം ചെയ്തത് അത് അവർ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന വ്യക്തിയുടെ നെഞ്ചിൽ തൂക്കിയിടും. എന്നിട്ട് ക്രൂശീകരിക്കുന്ന സ്ഥലമാകുമ്പോഴാണ്, അവിടെ ക്രൂശിൽ അടിച്ച ശേഷമാണ് അത് ആണികൊണ്ട് അവിടെ ഉറപ്പിച്ചു വെക്കുന്നത്. യേശു കർത്താവിനെ ക്രൂശിച്ച ക്രൂശിൻ്റെ മുകളിലുള്ള ടൈറ്റലസിൽ യേശുവിൻ്റെ കുറ്റം എന്തായിരുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സുവിശേഷങ്ങളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. പൊന്തിയോസ് പിലാത്തോസ് രേഖപ്പെടുത്തിയതാണ്. ഒരു കുറ്റം ആരോപിക്കണമല്ലോ, എന്നാലല്ലേ ക്രൂശീകരിക്കാൻ പറ്റുള്ളൂ. യേശുവിൻ്റെ കുറ്റം ഇതായിരുന്നു, നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ്. അത് 3 ഭാഷകളിലും, അതായത് യഹൂദന്മാരുടെ അവർ സംസാരിക്കുന്ന എബ്രായ ഭാഷയിൽ, അവരെ ഭരിക്കുന്ന റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഷയായ ലാറ്റിൻ ഭാഷയിൽ, അന്നത്തെ ആളുകളുടെ യൂണിവേഴ്സിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന, എല്ലാവരും സംസാരിക്കുന്ന ഗ്രീക്ക് ലാംഗ്വേജ്, എബ്രായ, ലാറ്റിൻ, ഗ്രീക്ക് ഭാഷയിൽ, 3 ഭാഷയിലും യേശുവിൻ്റെ കുറ്റം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. യഹൂദന്മാരുടെ നസ്രായനായ യേശു, യഹൂദന്മാരുടെ രാജാവ്. നിങ്ങൾക്ക് സുവിശേഷങ്ങളിൽ വായിച്ചിട്ടുണ്ടാകും. ഇത് എഴുതി വെച്ച് കഴിഞ്ഞപ്പം പുരോഹിതന്മാരുടെ ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കി പിലാത്തോസിൻ്റെ ഇടയിൽ. അങ്ങനെ എഴുതരുത്, നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്നവൻ
പറഞ്ഞു എന്നും കൂടെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പിലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതി. ഇതായിരുന്നു യേശുവിൻ്റെ മുകളിൽ അവർ വെച്ച കുറ്റം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, ഹോശന ദിവസം ആളുകൾ ഹോശന്ന പാടി യേശുവിനെ ഒരു രാജാവിനെ പോലെ കൊണ്ടുവന്നു. അതവർക്ക് ഒരു എന്താ പറയുന്ന പിടിവള്ളിയായി. യേശു കൈസർക്കെതിരെ റിവോൾട്ട് നയിക്കാൻ പോവുകയാണ്, യഹൂദന്മാരുടെ രാജാവായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞാണ് അവർ വെക്കുന്നത്. ആക്ച്വലി അവരുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. യേശു ദൈവപുത്രൻ എന്ന് പറയുന്നതും അത് ദൈവദൂഷണമാണെന്നുള്ളതും അവരുടെ ആ യെരുശലേം ദേവാലയത്തിൻ്റെ അടിത്തട്ടിനെ ഇറക്കുന്നത് പോലെ ആ പൊൻവാണിഭക്കാരെയും മേശകളൊക്കെ മറിച്ചിട്ട് ആ സംഭവങ്ങൾ, അതൊക്കെയായിരുന്നു ഇവരെ ശരിക്കും റീസൺ എങ്കിൽ പോലും അവർ ആരോപിച്ച കുറ്റം റോമാക്കാരുടെ മുമ്പിൽ ഒരു കുറ്റമായിട്ട് വെക്കണമെങ്കിൽ ഇതായിരുന്നു, നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞു എന്നുള്ള കുറ്റസംഗതിയും എഴുതി വെച്ചു. അങ്ങനെ യേശുവിനെ ക്രൂശിച്ചു. ഇനി ക്രൂശീകരണത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ക്രൂശിച്ചു കഴിഞ്ഞാൽ ഇതൊരു സ്ലോ ഡെത്ത് ആയിരുന്നു. സാധാരണ വാളുകൊണ്ട് കൊല്ലുക അങ്ങനത്തെയൊക്കെ പെട്ടെന്ന് മരണം സംഭവിക്കുന്നതല്ലേ. പക്ഷേ ക്രൂശീകരണം എന്ന് പറയുന്നത് ഒരു സ്ലോ പ്രോസസ്സാണ്. യൂഷ്വലി അത് ഒരു 12 hours to 48 hours, 2 ദിവസം വരെ എടുക്കുന്ന ഒരു 2-3 ദിവസമൊക്കെ ഇങ്ങനെ ആളുകൾ ക്രൂശീകരിച്ച് കിടക്കും. പക്ഷെ നമുക്കറിയാം യേശു കർത്താവിനെ ഗോസ്പൽ റെക്കോർഡ്സ് അനുസരിച്ച് ഒരു 9 മണിക്ക് രാവിലെ ക്രൂശീകരിച്ചെങ്കിൽ 3 മണി ഉച്ച കഴിഞ്ഞ് 3 മണി ആയപ്പോൾ യേശു മരിച്ചു. ഏകദേശം 6 മണിക്കൂറേ യേശു കർത്താവിൻ്റെ ക്രൂശീകരണം പ്രോസസ്സ് എടുക്കുന്നുള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു സഡൻ ഡെത്ത് ഉണ്ടായതെന്ന് ചില റീസൺസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സാധാരണ ക്രൂശീകരിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് യേശുവിനെ യഹൂദ മത നേതാക്കന്മാർ ആദ്യം കോലുകൊണ്ട് അടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് മാത്രമല്ല പിന്നീട് റോമാക്കാരുടെ ചാട്ടവാറടിയും കൂടി കൊടുത്തിട്ടാണ്. അപ്പം പിലാത്തോസ് ആദ്യം വിചാരിച്ചു ഇതിൽ കൊണ്ട് ഒതുങ്ങുമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ആ ചാട്ടവാറടിയും കഴിഞ്ഞിട്ടാണ് യേശുവിനെ ക്രൂശീകരിക്കുന്നത്. സോ ഇത്രയും പ്രീ ക്രൂസിഫിക്ഷൻ ട്രോമയിൽ കൂടെ യേശു കർത്താവ് പോയിട്ടുണ്ട്. അത് മാത്രമല്ല യേശു കർത്താവ് പോയ ഒരു മാനസിക സംഘർഷവും നമ്മൾക്ക് അറിയാവുന്നതാണ്. സകല ലോകത്തിൻ്റെയും ആ പാപത്തെ വഹിക്കുന്ന ആ പാപഭാരം അല്ലേ. അപ്പോൾ സോ ഒരു ഫിസിക്കൽ ആംഗിളും ഉണ്ട്, ഒരു സ്പിരിച്വൽ ആംഗിളും ഉണ്ട് അതിൽ. സോ യേശുവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞ് ഒരു 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ യേശു കർത്താവ് മരിച്ചു. ഇതെങ്ങനെയാണ് യേശു മരിച്ചതെന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ ക്രൂശീകരണം എന്ന് പറഞ്ഞ പ്രോസസ്സ് നടത്തുന്നത് ആരാണെന്നറിയാമോ? റോമൻ പട്ടാളക്കാരാണ്, യഹൂദന്മാരല്ല അത് ചെയ്യുന്നത്. റോമൻ പട്ടാളക്കാരാണ് ഇത് ചെയ്യുന്നത്. റോമൻ പട്ടാളത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇവർ ട്രെയിൻഡ് എക്സിക്യൂഷനേഴ്സാണ്. നന്നായിട്ട് ഇവർക്കറിയാം എങ്ങനെ ആളുകളെ, ട്രെയിൻഡ് ആരാച്ചാർമാരുണ്ടല്ലേ, അവർ ചെയ്യുന്നത് പോലെ പ്രൊഫഷണലായിട്ട് ക്രൂസിഫിക്ഷൻ നടത്തുന്നവരാണ് ഈ റോമൻ സോൾജേഴ്സ് എന്ന് പറയുന്നത്. ഇനിയും യേശു മരിച്ചു എന്ന് സർട്ടിഫിക്കറ്റ് അത് കൊടുക്കുന്നത് ആരാണെന്നും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. യേശു മരിച്ചോന്ന് എങ്ങനെയാണ് അവർ നോക്കിയത്? യേശുവിനെ ക്രൂശിച്ചിരിക്കുന്നു, വലത്തും ഇടത്തുമായിട്ട് 2 കള്ളന്മാരും ഉണ്ടെന്നറിയാം. സോ ഈ പടയാളികൾ വരുമ്പം ഈ കള്ളന്മാരുടെ കാല് തല്ലി ഒടിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? പിറ്റേ ദിവസം ശബത്തായതുകൊണ്ട് അവിടെ അവർ കിടക്കേണ്ട, അതിനു മുമ്പ് ബോഡി മാറ്റാവുന്നുള്ള രീതി വന്നതുകൊണ്ടാണ് ഈ ക്രൂസിഫൈഡ് ആയിട്ട് കിടക്കുന്നവരെ പെട്ടെന്ന് കൊല്ലാൻ വേണ്ടിയിട്ട് അവരുടെ കാല് തല്ലി ഒടിക്കും. അപ്പോൾ ആ ഒരു ഷോക്കിൽ അവരുടെ മരണം പെട്ടെന്ന് നടക്കും. അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോഴത്തേക്ക് യേശു മരിച്ചതായിട്ട് ഈ റോമൻ സോൾജേഴ്സിന് മനസ്സിലായി. പക്ഷെ ശതാധിപൻ്റെ നിർദ്ദേശപ്രകാരം, ഇനി ഞാനൊരു മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് ഒരു ശതാധിപനുണ്ട് അവിടെ അല്ലേ. ആരായി ശതാധിപൻ എന്ന് പറയുന്നത്? നമുക്കറിയാം റോമൻ പടയാളികളിൽ ഒരു 80 to 100 സോൾജേഴ്സിൻ്റെ മുകളിൽ നിൽക്കുന്ന ആളെയാണ് ശതാധിപൻ എന്ന് പറയുന്നത്, സെഞ്ചൂറിയൻ ഇംഗ്ലീഷിൽ പറയുന്നത്. സോ ഈ പറയുന്ന വ്യക്തി യേശുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന് ഈ ശതാധിപൻ എന്ന് പറയുന്നത് യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ ആ പ്രോസസ്സില്ലേ അത് മുഴുവൻ ഡിസൈൻ ചെയ്യുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്ത മനുഷ്യനെയാണ് ആ റോമൻ ശതാധിപൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ശതാധിപന് മരിച്ചു എന്ന് ഉറപ്പ് വരുത്തണം. സോ ഒരു എക്സിക്യൂഷൻ നടത്തി കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആണോ എന്ന് നോക്കാൻ അദ്ദേഹം ചെയ്യിക്കുന്ന ഒരു പ്രവൃത്തിയാണ് യോഹന്നാൻ 19:34 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും
പുറപ്പെട്ടു. ഓക്കെ, മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഹാർട്ടിലും ലങ്സിലും ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടാകും. സോ ഇതൊരു മെഡിക്കൽ പ്രൂഫും കൂടെയാണ് യേശു മരിച്ചു എന്നുള്ളത്, രക്തവും വെള്ളവുമായിട്ട്. മറ്റൊരു റീസൺ, മരിച്ചു അല്പസമയം കഴിയുമ്പോഴത്തേക്ക് തന്നെ, ഏതാനും മിനിറ്റുകൾക്കുള്ളിലോ മണിക്കൂർ കഴിയുമ്പോഴോ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ബ്ലഡ് ഐസൊലേറ്റഡ് ആയിട്ട്, ബ്ലഡിൽ നമുക്കറിയാം റെഡ് ബ്ലഡ് സെൽസും ഉണ്ട്, പ്ലാസ്മയുണ്ട്. ഇത് രണ്ടായിട്ട് സെറ്റിൽ ചെയ്യും. റെഡ് ബ്ലഡ് സെൽസ് വേറെ, പ്ലാസ്മയുമായിട്ട്. പ്ലാസ്മ എന്ന് പറയുന്നത് ഒരു വെള്ളം പോലത്തെ കളറിലായിരിക്കുന്നത്. സോ അതും മരിച്ചു എന്ന് ഉറപ്പിക്കാനായിട്ട്, അത് കുത്തിക്കഴിഞ്ഞപ്പം രക്തവും വെള്ളവുമായിട്ടാണ് വരുന്നത്. സോ ഈ ട്രെയിൻഡ് ആയിട്ടുള്ള നൂറുകണക്കിന് എന്താ പറയുക ക്രൂസിഫിക്ഷൻസ് നടത്തിക്കൊണ്ടിരുന്ന റോമൻ സോൾജേഴ്സിന് ഉറപ്പിച്ചു യേശു മരിച്ചു എന്ന്. അതുമാത്രമല്ല, യേശുവിൻ്റെ ക്രൂശീകരണം കണ്ടുകൊണ്ടിരുന്ന നമ്മളൊരു കാര്യവും കൂടെ ശ്രദ്ധിക്കേണ്ടത്, ആ സെഞ്ചൂറിയൻ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞത്. അതായത് ആ മേൽനോട്ടം മുഴുവൻ വഹിച്ചത് അദ്ദേഹം. ഒരു പക്ഷേ യേശുവുമായിട്ട് ആദ്യമായിട്ടായിരിക്കും അന്നത്തെ ദിവസം ഇടപഴകുന്നത് തന്നെ. അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള ഉത്തരവാദിത്തം, തൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഈ നസ്രായനായ യേശുവിനെ അന്ന് ക്രൂശിക്കുക എന്നുള്ളതാണ് ഈ ശതാധിപൻ്റെ ജോലി. ഈ ക്രൂശൻ ചുവട്ടിൽ നിന്ന് ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അവസാനം കാണുന്നത് യേശു കർത്താവ് തൻ്റെ പ്രാണനെ വിടുന്നത്, ഉറക്കം നിലവിളിച്ചുകൊണ്ട്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ടെറ്റലസ്റ്റായി എന്ന് പറഞ്ഞുകൊണ്ട്, സകലതും നിവർത്തിയായി, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു പിതാവേ എന്ന് പറഞ്ഞ് ആ മരിക്കുന്ന സീൻ കണ്ട്, അത് കഴിഞ്ഞുണ്ടായ പ്രകൃതിയുടെ മാറ്റങ്ങളും കണ്ട് ഈ ശതാധിപൻ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവൻ ശരിക്കും നീതിമാനായിരുന്നു, ഇവൻ ദൈവപുത്രനാണെന്ന് പറയുന്നുണ്ട്. സോ ആ ക്രൂശിൻ്റെ ചുവട്ടിൽ കാണുന്ന, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട, ആ ക്രൂശീകരണത്തിന് മുഴുവൻ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ആ പ്രോസസ്സ് മുഴുവൻ നടത്തിയ വ്യക്തി സെഞ്ചുറിയൻ. ആ ക്രൂശിൻ്റെ ചുവട്ടിൽ തന്നെ യേശു ദൈവപുത്രൻ എന്ന് ഏറ്റു പറയുന്നത് കാണുന്നുണ്ട് അല്ലേ? അങ്ങനെ പറയുന്നത്, അവനെതിരെ നിന്ന ശതാധിപൻ അവൻ ഇങ്ങനെ പ്രാണനെ വിട്ടത് കണ്ടിട്ട് ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെയാണ് യേശുവിൻ്റെ ക്രൂശ് മരണം നടക്കുന്നത്. യേശു ക്രൂശിൽ വെച്ച് മരിച്ചു, അത് ഉറപ്പിച്ചു. മാത്രമല്ല, കുറച്ച് കഴിയുമ്പോൾ പൊന്തിയോസ് പീലാത്തോസ് ആളെ വിളിച്ച് ഈ ശതാധിപനോട് എൻക്വയർ ചെയ്യുന്നുണ്ട്, യേശു മരിച്ചോ എന്ന് ചോദിച്ച്. അതും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. ഇനിയും അടുത്ത യേശു മരിച്ചു, ഇനി എന്താ സംഭവിക്കുന്നത്? യൂഷ്വലി ചരിത്രത്തിൽ ഉടനീളം കാണുന്ന ഒരു കാര്യം, ക്രൂസിഫിക്ഷൻ നടത്തുന്നത് ഏറ്റവും, ഞാൻ പറഞ്ഞല്ലോ, മോശം ക്രിമിനൽസിനാണ്. ഏറ്റവും ഒരാളെ നിന്ദിക്കാനായിട്ടാണ് അങ്ങനത്തെ കൊടുക്കുന്നത്. അത് ഉദാഹരണത്തിന് രാജ്യദ്രോഹ കുറ്റം, രാജാവിനെതിരായിട്ടുള്ള റിവോൾട്ട്, അങ്ങനത്തെ വലിയ ക്രൈംസ് ഒക്കെ ചെയ്യുന്നവരിൽ അവർക്കാണ് ഇങ്ങനത്തെ ഇത് കൊടുക്കുന്നത്. അതായത് ആളുകൾക്ക് ഇനി ഒരാൾ ഇത് റിപ്പീറ്റ് ചെയ്യരുത്, അത്രയ്ക്ക് നാണം കെടുത്തി വേണം ഈ ക്രൂസിഫിക്ഷൻ ചെയ്യാൻ. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും അവരുടെ ബോഡീസ് മാന്യമായിട്ട് എന്താ പറയുന്ന ഒരു അടക്കമൊന്നും ചെയ്യാൻ ഒരിക്കലും കൊടുക്കുന്നതല്ല. പക്ഷേ യേശുവിൻ്റെ കാര്യത്തിൽ അത് വ്യത്യസ്തമായിട്ട് ചിലത് സംഭവിക്കുന്നുണ്ട്. ഞാൻ അത് വരുന്നതിന് മുമ്പ്, യേശുവിനെ ക്രൂശീകരിക്കാനായിട്ട് ആദ്യം പിടിക്കുകയും വിധിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട്, യഹൂദ മത നേതാക്കന്മാരുടെ ഗ്രൂപ്പ്. അവർക്ക് പറയുന്ന പേര് സന്നിദ്രീം സംഘം എന്നാണ്. ഓക്കെ, യഹൂദ യെരുശലേം ദേവാലയത്തിൻ്റെ ഒക്കെ കൺട്രോൾ ഇവരുടെ കയ്യിലാണ്. യഹൂദന്മാരുടെ റിലീജിയസ്, അതുപോലെ ലോയുടെ കാര്യം, ഇതിൻ്റെ എല്ലാം ജുഡീഷ്യൽ കൗൺസിൽ അവരാണ്. അതായത് നമ്മൾ അവരെക്കുറിച്ച് വായിക്കുന്നത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാവേ. ലൂക്കോസ് 23:1-2, യേശുവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പുള്ള സമയത്താണ്. അനന്തരം അവർ എല്ലാവരും കൂട്ടമേ എഴുന്നേറ്റ് അവനെ പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. ഇവൻ ഞങ്ങളുടെ ജാതിയെ വഴിതെറ്റിക്കുകയും താൻ ക്രിസ്തു എന്ന രാജാവാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൈസർക്ക് കരം കൊടുക്കുന്നത് വിരോധിക്കുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടു എന്ന് കുറ്റം ചുമത്തി തുടങ്ങി. സോ ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ആണ് ആ സന്നിദ്രീം സംഘം എന്ന് പറയുന്നത്. ഇനി സന്നിദ്രീം സംഘം എന്താണെന്ന് കുറച്ചും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. യെരുശലേം ദേവാലയം അന്ന് ഏറ്റവും ഇൻഫ്ലുവൻസ്, റോമാക്കാരാണ് ഭരിക്കുന്നതെങ്കിലും ഏറ്റവും ഇൻഫ്ലുവൻസ് ഉള്ള യഹൂദന്മാരുടെ കയ്യിലാണ് യെരുശലേം ദേവാലയം ഇരിക്കുന്നത്. ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞു വന്നല്ലോ, യെരുശലേം ദേവാലയം എന്ന് പറയുന്ന ഒരു ചെറിയ പള്ളിയൊന്നുമല്ല. അന്ന് സെക്കൻഡ് ടെമ്പിൾ എന്ന് പറയുന്നത് ഒരു 36 ഏക്കറിൽ പരന്ന് കിടക്കുന്ന ഒരു ഹ്യൂജ് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഭവമാണത്. അവിടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ ഇതൊക്കെ നടക്കുന്ന
ബിസിനസ് നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. സോ ഇതിൻ്റെ എല്ലാം മുകളിലിരിക്കുന്നതാണ് ഈ സന്നിദ്രീൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ജൂയിഷ് ആൾക്കാരുടെ നിയമങ്ങളുടെ കാര്യങ്ങളിലും തീരുമാനം ഇവർക്ക് എടുക്കാം. പക്ഷെ ഒറ്റ പ്രശ്നം, ഇവർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ്, വധശിക്ഷയ്ക്ക് അന്ന് റോമാക്കാർ ഭരിക്കുന്നതുകൊണ്ട് ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി സന്നിദ്രീൻ സംഘത്തിന്റെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാമേ. ഒന്നാമത് വരുന്നത് ആ വർഷത്തെ മഹാപുരോഹിതൻ ആരാണോ അയാൾ ഉണ്ടാകും, മഹാപുരോഹിതൻ. പിന്നെ ചീഫ് പ്രീസ്റ്റുകളെല്ലാം, പ്രധാനപ്പെട്ട എല്ലാ പുരോഹിതന്മാരുമല്ല, പ്രധാനപ്പെട്ട പുരോഹിതന്മാര്, സദൂക്യരിലെ തന്നെ ഏറ്റവും പ്രമാണികള്, ഏറ്റവും പ്രമാണിമാരായിട്ടുള്ള 71 പേര്, യഹൂദന്മാരിലെ ഏറ്റവും പ്രമാണികളായ 71 പേര്. മറ്റൊരു കാര്യം, സന്നിദ്രീൻ സംഘം എന്ന് പറയുന്നത് അത് ഏറ്റവും വെൽത്തി ആയിട്ടുള്ള പൈസയുള്ളവര്, അവരുടെ കയ്യിൽ പൈസയും ഉണ്ടായിരുന്നു. ഏറ്റവും അന്നത്തെ യേശു ജീവിച്ച ആ യഹൂദന്മാരുടെ ആ ദേശത്തെ ആളുകൾ ദാരിദ്ര്യത്തിലാണെങ്കിലും ഈ ഒരു ഗ്രൂപ്പിന്റെ കയ്യിൽ, എസ്പെഷ്യലി സദൂക്യര്, സന്നിദ്രീൻ സംഘം, ഇവരുടെ കയ്യിലൊക്കെ വളരെയധികം പൈസ ഉണ്ടായിരുന്ന മനുഷ്യരാണ് ഇവര്. ഓക്കെ, ഇനിയും ഈ സന്നിദ്രീൻ സംഘത്തെക്കുറിച്ച് ഞാൻ ഇത്രയും പറഞ്ഞ എന്തിനാണെന്നറിയാമോ? ഈ ഗ്രൂപ്പാണ് യേശുവിനെ ആദ്യം പിടിച്ച് പീലാത്തോസിനെ കൊണ്ട് നിർബന്ധിച്ച് ക്രൂശീകരിക്കാൻ വിധിക്കുന്നത്. പക്ഷേ അടുത്തത് നമ്മൾ യേശു മരിച്ചു കഴിഞ്ഞ് കാണുന്നത് എന്താണെന്നറിയാമോ? ആ ഗ്രൂപ്പിലെ ഒരു മനുഷ്യനെ എല്ലാ ഗോസ്പൽ റൈറ്റേഴ്സും നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട്. ആ മനുഷ്യൻ്റെ പേര് അരിമത്യക്കാരനായ യോസെഫ്. അദ്ദേഹം ഈ സന്നിദ്രീൻ സംഘത്തിലെ ഒരു അംഗമായിരുന്നു. അദ്ദേഹം ആദ്യം മുതൽ തന്നെ ഈ യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ ഇതൊക്കെ നടക്കുന്നില്ല, പ്രൊസീജിയേഴ്സ് നടക്കുമ്പോൾ ഇതിന് എതിരെ സംസാരിക്കാൻ ഒത്തിരി ബോൾഡായിട്ടല്ല, പക്ഷെ അത് തടയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് വായിച്ചു നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 27:57 ഇങ്ങനെയാണ് കാണുന്നത്: അരിമത്യക്കാരനായ യോസെഫ് എന്ന ധനവാൻ താനും യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൻ വന്നു. എവിടെ? യേശു മരിച്ചു കഴിഞ്ഞപ്പം ക്രൂശിൻ്റെ കീഴിൽ. അപ്പം ഇവിടെ നമ്മൾ കാണുന്നു അരിമത്യക്കാരനായ യോസെഫ് ധനവാനായിരുന്നു. ഓക്കെ, സന്നിദ്രീൻ സംഘത്തിൻ്റെ അംഗമായിരുന്നു. അടുത്തത് നമുക്ക് നോക്കാം. മർക്കോസ് 15:43 ഇങ്ങനെയാണ് അരിമത്യക്കാരനായ യോസഫിനെ കുറിച്ച് വായിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക, ഇപ്പം യേശുവിൻ്റെ ക്രൂസിഫിക്ഷൻ ആണെങ്കിലും ബർത്ത് ആണെങ്കിലും ലൈഫ് ടീച്ചിങ്സ്, നമ്മളെല്ലാ ഗോസ്പൽസിലും നമുക്ക് പല ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് മത്തായിലും വായിച്ച തന്നെ മർക്കോസിലും വായിച്ചും ഒക്കെ നോക്കുന്നത്. സോ ഇതെല്ലാം കൂടെ വെച്ച് നമ്മൾ വായിക്കുമ്പം നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പിക്ചർ വരികയാണ്. മർക്കോസ് എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് വായിച്ചു നോക്കാവേ. 15:43 ഇങ്ങനെയാ പറയുന്നത്: വൈകുന്നേരമായപ്പോൾ ശബ്ബത്തിന്റെ തലേനാളായ ഒരുക്കനാളാകൊണ്ട് ശ്രേഷ്ഠ മന്ത്രിയും, ഇവിടെ ഉണ്ട്, കണ്ടോ നിങ്ങളത്? ഓക്കെ, 15 ഞാൻ കൊടുത്ത വേഴ്സ് മാറിപ്പോയോ? ഓക്കെ, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വൈകുന്നേരമായപ്പോൾ ശബ്ബത്തിന്റെ തലേനാളായ ഒരുക്കനാളാകൊണ്ട് ശ്രേഷ്ഠ മന്ത്രിയും എന്നാ പറയുന്നത്. ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ അരിമത്യയിലെ യോസെഫ് വന്ന് ധൈര്യത്തോടെ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു. അപ്പം അദ്ദേഹം ഒരു മന്ത്രിയായിരുന്നു. ഈ സന്നിദ്രീൻ സംഘത്തിന്റെ അംഗം എന്നാണ് അവിടെ പറയുന്നത്. ലൂക്കോസ് 23:50 മുതൽ 52 വരെ വായിച്ചു കേൾപ്പിക്കാം. അരിമത്യ എന്നൊരു യഹൂദ പട്ടണക്കാരനായ നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ യോസെഫ് എന്നൊരു മന്ത്രി, അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവൃത്തിക്കും അനുകൂലം അല്ലായിരുന്നു. ആദ്യം മുതൽ ആ സന്നിദ്രീൻ സംഘത്തിൽ യേശുവിനെ ക്രൂശീകരിക്കുന്നതിന് എതിരായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ വോയിസ്, ഈ ഭൂരിഭാഗത്തിൻ്റെ വോയിസ്, മെജോറിറ്റിയുടെ വോയിസിൻ്റെ ഇടയിൽ മുങ്ങിപ്പോയതാണ്. പക്ഷേ യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു എന്തോ ഒരു ധൈര്യം വരികയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ആ ധൈര്യം എന്ന് പറയുന്ന ഒരു ചെറിയ ധൈര്യമല്ല. ബാക്കിയുള്ള സന്നിദ്രീൻ സംഘം മുഴുവൻ എതിരായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴും ധൈര്യത്തോടെ പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്നിട്ട് യേശുവിൻ്റെ ശരീരം ചോദിച്ചു. ഇനി യോഹന്നാൻ 19:38 മുതൽ 42 വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റൊരു പ്രമാണിയും കൂടെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. സോ 2 പേരെ നമ്മളവിടെ കാണുന്നുണ്ട്. രണ്ടാമത്തെ വ്യക്തി നിക്കോദിമോസ്. വായിക്കാം. അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്യയിലെ യോസെഫ് യേശുവിൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവദിക്കയാൽ അവൻ വന്നു അവൻ്റെ ശരീരം എടുത്തു. ആദ്യം രാത്രിയിൽ അവൻ്റെ അരികിൽ വന്ന നിക്കോദിമോസും ഏകദേശം 100 റാത്തൽ മൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു.
അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധ വ്യഞ്ജനത്തോടു കൂടെ ശീല പൊതിഞ്ഞു കെട്ടി അവനെ ക്രൂശിച്ച സ്ഥലത്തു തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൻ്റെ മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. ആ കല്ലറ സമീപമാകൊണ്ടും അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു. നമ്മളിവിടെ കാണുന്ന ഈ രണ്ടു പേരും കൂടെ ചേർന്ന് നമ്മളിവിടെ കാണുന്നു ഒരു പുതിയ കല്ലറ. അത് അരിമത്യക്കാരൻ യോസഫിൻ്റെ കല്ലറയാണ്. അത് സാധാരണ യഹൂദന്മാർ അടക്കുന്ന ഒരു കല്ലറയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് ഏറ്റവും ധനികരായിട്ടുള്ളവർ അവിടെ യൂസ് ചെയ്യുന്ന കല്ലറയാണത്. ഞാൻ അരിമത്യക്കാരൻ യോസഫിൻ്റെ പൊസിഷൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അദ്ദേഹം സന്നദ്രി സംഘത്തിലെ ഒരു പ്രധാനി. മറ്റൊരു പ്രമാണിയായ നിക്കോദിമോസ് ഇവിടെ വരുന്നത് നമ്മളവിടെ എന്താ വായിച്ചത്? എന്തോരം ഇതും കൊണ്ടാണ് 100 റാത്തൽ സുഗന്ധ വ്യഞ്ജനവും കൊണ്ടാണ് വരുന്നത്. ഇത് നമ്മൾ കണക്കെടുക്കുമ്പോഴുണ്ടല്ലോ, ഇതിനെക്കുറിച്ച് പഠിക്കുന്നവരൊക്കെ കണക്കെടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അന്നത്തെ കാലത്ത് യഹൂദ മര്യാദ പ്രകാരം എല്ലാ മനുഷ്യരുടെയും പുറത്ത് സുഗന്ധ വ്യഞ്ജനങ്ങൾ പൂശും. ഓക്കെ, ഇന്നും നമ്മളൊക്കെ ഈ മരിച്ചവരുടെ ബോഡിയിൽ പെർഫ്യൂമൊക്കെ അടിക്കില്ലേ? പക്ഷേ അന്ന് അവർ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ, സാധാരണ ആൾക്കാരാണെങ്കിൽ ചില ഗ്രാമുകളിലായിരിക്കും ഇത് പൂശുന്നത്. ഇവിടെ പക്ഷേ അതായത് ഒരു 1/2 കിലോയ്ക്ക് താഴെയൊക്കെ നിൽക്കുകയുള്ളൂ. പക്ഷേ ഈ നിക്കോദിമോസ് കൊണ്ടുവന്നത് 100 റാത്തൽ എന്നാണ് പറയുന്നത്. അത് പറയുന്നത് 34 കിലോയോളം വരുന്ന സുഗന്ധ വ്യഞ്ജനം. അത് അന്ന് അറബ് നാട്ടിൽ നിന്നും ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോകുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളാണ്. അതിൻ്റെ വില ഇന്നത്തെ വാല്യൂ വെച്ച് കണക്ക് കൂട്ടിയാൽ അത് വായിച്ചും ഞെട്ടിപ്പോയി. 50 ലക്ഷം മുതൽ 80 ലക്ഷം വരെ വരും. ഓക്കെ, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. 50 ലക്ഷം മുതൽ ഇന്നത്തെ വാല്യൂ വെച്ചാട്ടോ പറയുന്നത് 80 ലക്ഷം വരെ വരുന്ന ആരാ ഈ ചെയ്യുന്നത്? അരിമത്യക്കാരനായ യോസെഫും നിക്കോദിമോസും കൂടെ ചേർന്ന്. അത് ഇത്രയും നാൾ അവർ രഹസ്യ ശിഷ്യന്മാരായിരുന്നു. പക്ഷെ യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ധൈര്യത്തോടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. അവരുടെ സന്നദ്രി സംഘം അംഗമായതുകൊണ്ടാണ് പിലാത്തോസിന് എടുക്ക ചെന്ന ബോഡി ചോദിക്കാൻ പറ്റിയത്. അവർ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ബോഡി കിട്ടണം. അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതകാലം അധ്വാനിക്കുന്ന അത്രയും വില വരുന്ന സുഗന്ധദ്രവ്യം 34 കിലോയോളം വരുന്ന ആ ദ്രവ്യം കൊണ്ടാണ് യേശുവിൻ്റെ ബോഡി എംബാം ചെയ്ത് അവർ അടക്കം ചെയ്യുന്നത്. ഓക്കെ, ഇതെന്തിനു വേണ്ടിയായിരിക്കും ഇത് ചെയ്തത്? പക്ഷേ യേശു ജനിക്കുന്നതിന് മുമ്പ് യഹൂദന്മാരോട് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചപ്പം യെശയ്യാ 53 മിശിഹായെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവൻ അറുക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ആയിരുന്നു, അവൻ ഒന്നും തെറ്റും ചെയ്യാഞ്ഞിട്ടും മിണ്ടാതിരിക്കേണ്ടി വന്നു. അതൊക്കെ സംസാരിക്കുമ്പോഴും അവന് വേണ്ടി ന്യായം പറയാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ സംസാരിക്കുമ്പോഴും യെശയ്യാ 53:9 ഇങ്ങനെയാ പറയുന്നത്, അവൻ സാഹസം ഒന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചന ഒന്നുമില്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടി എന്തു കൊടുത്തു? ശവക്കുഴി കൊടുത്തു. ദുഷ്ടന്മാരോടുകൂടി ശവക്കുഴി കൊടുത്തു. യേശുവിന് ശരിക്കും എന്തായിരുന്നു കൊടുത്തത്? ദുഷ്ടന്മാരോടുകൂടെ ക്രൂസിഫിക്ഷനാണ് കൊടുത്തത്. അവരുടെയൊക്കെ ശരീരം അവിടെ ഇട്ട് കഴുകനും പട്ടികയും ഒക്കെ കടിച്ചു കീറി എടുക്കുന്ന പോലെ ആയിരുന്നു. അങ്ങനത്തെ ഒരെണ്ണമാണ് വിധിച്ചത്. പക്ഷേ യെശയ്യാവ് എഴുതുന്ന എങ്ങനെയാണ്? അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. ഒന്ന് പറഞ്ഞേ, അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടിയാണ്. നിങ്ങൾ അവിടുത്തെ കോൺട്രഡിക്ഷൻ ശ്രദ്ധിക്കുന്നുണ്ടോ? ഏറ്റവും നാണം കെട്ട ഒരു മരണമായിരുന്നു യേശുവിൻ്റേത്, അല്ലേ, ജനങ്ങളുടെ മുമ്പിൽ. പക്ഷേ യേശുവിനെ അടക്കം ചെയ്തത് എന്താണെന്നറിയാം? അന്നത്തെ കാലത്ത് ഒരു രാജാവ് മരിക്കില്ലേ, യഹൂദന്മാരുടെ രാജാവ് മരിച്ചാൽ, ഓക്കെ, ഹെരോദാവരൊക്കെ മരിച്ചാൽ ഇത്രയും വില കൊടുത്തായിരിക്കും അവർ ബറി ചെയ്യുന്നത്. അതുപോലത്തെ ഒരു അടക്കമാണ് അരിമത്യക്കാരനായ യോസെഫും നിക്കോദിമോസും കൂടെ ചെയ്തത്. മശിഹായാണെന്ന് യേശു ആണെന്ന് തെളിയിക്കുന്ന ഒരു വലിയ പ്രൂഫാണ് യേശുവിൻ്റെ ബറിയൽ എന്ന് പറയുന്നത്. ക്രൂസിഫിക്ഷന് ശേഷം രാജകീയമായ ഒരു അടക്കമാണ് യേശുവിന് ലഭിച്ചത്. ഇനിയും
യേശുവിനെ ഇവർ അടക്കം ചെയ്തു. ഇനി അടക്കം ചെയ്ത ആ കല്ലറയെക്കുറിച്ചും പറയുന്നുണ്ട് അല്ലേ, ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ച്. ഇത് മറിയയും മറ്റ് സ്ത്രീകളും അപ്പുറത്തിരുന്ന് കാണുന്നുണ്ടായിരുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, യേശുവിൻ്റെ ശിഷ്യന്മാരായിരുന്നവർ ഈ സമയത്ത് എവിടെയാ? അവർ പേടിച്ച് ഒളിച്ചിരിക്കുന്ന സമയത്ത് ഈ സ്ത്രീകളും ഈ അരിമത്യക്കാരനായ യോസഫും നിക്കോദിമോസുമാണ്. ആ സ്ത്രീകൾ ആ സമയത്ത് കൂടുന്നില്ല. ഇവർ ഈ വളരെ രാജകീയമായി തന്നെ യേശുവിൻ്റെ ആ ബറിയൽ അതിൻ്റെ അകത്ത് നടത്തുകയാണ്. പക്ഷേ ഈ കല്ലിട്ട് അടച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ജൂയിഷ് ലീഡേഴ്സിന് പിന്നെയും ഭയമാകാൻ തുടങ്ങി. ഒരാൾ മരിച്ച് കല്ലറയ്ക്കകത്ത് പോയാലും പിന്നെന്തിനാ ഭയം വരുന്നത്? യേശു ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് ഭയമായിരുന്നു, യേശുവിനെ അടക്കം ചെയ്തു കഴിഞ്ഞപ്പോഴും അവർക്ക് ഭയമായിരുന്നു. അവർ ചെന്നിട്ട് പീലാത്തോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ആ ചതിയൻ ജീവനോടിരുന്നപ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വരുന്നു. ഇനി എങ്ങാനും അവൻ്റെ ശിഷ്യന്മാർ വന്ന കല്ല് മാറ്റി മോഷ്ടിച്ചാൽ എന്നിട്ട് യേശു ഉയർത്തെഴുന്നേറ്റു എന്നൊരു കള്ളക്കഥ ഉണ്ടാക്കിയാൽ ആദ്യത്തേതിനേക്കാളും പ്രശ്നമാകും. അതുകൊണ്ട് അത് വേണ്ട, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തരണം. ഇവരുടെ റിക്വസ്റ്റ് പ്രകാരം പീലാത്തോസ് പറഞ്ഞു, ഓക്കെ, ആ കല്ല് അവിടെ ഇരിക്കട്ടെ, അത് നമുക്ക് സീൽ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ആ കല്ലറയിൽ ഉരുട്ടി വെച്ച കല്ലെന്ന് പറയുന്നുണ്ടല്ലോ, അത് ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ തള്ളിയാൽ പോകുന്ന കല്ലൊന്നുമല്ല, ഒരു 2 ടണ്ണെങ്കിലും ഭാരം വരുന്ന കല്ലായിരുന്നത്. അതായത് 2000 കിലോ. ഒരു കൂട്ടം ആരോഗ്യമുള്ള ആണുങ്ങൾ ഒരുമിച്ച് ഉരുട്ടി മുകളിലോട്ട് കയറ്റിയാൽ അതിന് ആ കല്ല് സ്ലൈഡ് ചെയ്ത് വരാനൊരു പോർഷൻ ഉണ്ടാവും. ആ കല്ല് ഉരുട്ടി താഴോട്ടിടാം, പക്ഷെ തിരിച്ചത് തുറക്കണമെങ്കിൽ ഒത്തിരി ആരോഗ്യമുള്ള വ്യക്തികൾ ഒരുമിച്ച് തള്ളിക്കയറ്റിയാലേ ഇത് പൊങ്ങുള്ളായിരുന്നു. ഓക്കെ, ഒരു വലിയ SUV വണ്ടി ഉരുട്ടി കയറ്റുന്നു, അത്രയും ഭാരമായിരുന്നു ആ കല്ലിൻ്റേത്. നിങ്ങൾ ഓർക്കുന്നുണ്ട്, ആ സ്ത്രീകൾ കല്ലറ കാണാൻ പോകുമ്പോൾ ചോദിക്കുന്നുണ്ട്, ആ കല്ല് നമുക്ക് വേണ്ടി ആരുരുട്ടി മാറ്റും? എന്നിട്ടും അവർ പോകുന്നുണ്ട്. ഓക്കെ, ഈ കല്ലാണ് അവിടെ ഉള്ളത്. ഓക്കെ, എന്നിട്ടും ഇവർക്ക് ധൈര്യം പോരാ. ഇവർ പറഞ്ഞു റോമൻ സീല് വെക്കണം. ഓക്കെ, കൈസരുടെ മുദ്രയുള്ള റോമൻ സീല് വെച്ച് അതങ്ങോട്ട് അടച്ചു. ഇനിയും അവർ പറഞ്ഞു ഗാർഡ്സും വേണം ഞങ്ങൾക്ക്. ഗാർഡ് എന്ന് പറയുന്നത് റോമൻ പടയാളികളാണെന്ന് ഓർക്കണം. റോമൻ പടയാളികൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അന്ന് ലോകത്തിലുള്ള, അന്നല്ല ഇന്നും പല മിലിറ്ററികളും ഇവരുടെ പല സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മിലിറ്ററി സിസ്റ്റം ആയിരുന്നു റോമാക്കാരുടെ. സോ ഏകദേശം 16 പേരടങ്ങുന്ന ഒരു കാവൽക്കൂട്ടം, 4 പേരായിട്ട് ഇവർ ടേൺസ് എടുത്ത് നിൽക്കും. സോ അങ്ങനത്തെ ഒരു റോമൻ കാവൽക്കൂട്ടവും മുദ്രയും വെച്ച് ഇത് സീൽ ചെയ്തു. ഓക്കെ, ആ കാവൽക്കൂട്ടത്തിന് കസ്റ്റോഡിയ എന്നാ പറയുന്നത്, അവരുടെ പേര് അതായിരുന്നു. ആ ഗ്രൂപ്പിനെയാണ് അവിടെ നിർത്തിയത്. ആ കസ്റ്റോഡിയ എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്, കസ്റ്റോഡിയൻ, ഓക്കെ, ആ വേർഡൊക്കെ ലാറ്റിൻ ഭാഷയിൽ നിന്ന് വരുന്ന ആ ഗ്രൂപ്പിനെയാണ് ഇവിടെ കാവല് നിർത്തുന്നത്. ഇനിയും അപ്പം സീലും ചെയ്തിട്ടുണ്ട്, അവിടെ കസ്റ്റോഡിയ എന്ന് പറയുന്ന ഗാർഡ്സ് നിൽപ്പുണ്ട്. പക്ഷെ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാള് ഈ ലേഡീസ്, കുറച്ച് സ്ത്രീകൾ, യേശുവിനെ സ്നേഹിച്ച യേശുവിൻ്റെ ശിഷ്യരായിരുന്ന ചില സ്ത്രീകൾ വിചാരിക്കുകയാണ് അവരെന്തായിരിക്കും ആ തലേ ദിവസം ചെയ്തത്. ശിഷ്യന്മാർ, യേശുവിൻ്റെ കൂടെ നടന്ന 12 ശിഷ്യന്മാരിൽ 11 പേരേ ഉള്ളൂ, ഇപ്പം ഒരാൾ പോയി, ബാക്കി എല്ലാവരും പേടിച്ച് ഒളിച്ചിരിക്കുമ്പോൾ ഈ സ്ത്രീകൾ എന്താ ചെയ്തെന്നറിയാമോ? അവർ യേശുവിന് വേണ്ടി സുഗന്ധവ്യഞ്ജനം ഒരുക്കുമായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? യേശുവിൻ്റെ ക്രൂശീകരണം ഒരു അപ്രതീക്ഷിത സമയത്താണ് നടക്കുന്നത്. ഇവർക്ക് ആ ബറിയലിൻ്റെ സമയത്തൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഒരുപക്ഷെ നിക്കോദിമോസും അരിമത്യക്കാരൻ യോസഫും ചെയ്തതുപോലെ 100 റാത്തൽ ഒന്നും സുഗന്ധവ്യഞ്ജനം ഇവർക്ക് പറ്റില്ലായിരിക്കും. പക്ഷെ ഇവരെ കൊണ്ടാവുന്ന പോലെ ബെസ്റ്റായിട്ടുള്ള, നമ്മൾ മനസ്സിലാക്കുക, സുഗന്ധവ്യഞ്ജനം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് റിയലി എക്സ്പെൻസീവ്. അവരെ സംബന്ധിച്ചത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ആ സുഗന്ധവ്യഞ്ജനങ്ങൾ ഈ സ്ത്രീകൾ ഉണ്ടാക്കിയെടുത്തു. ഓക്കെ, എന്തിനാ അവർ യേശുവിൻ്റെ കല്ലറയ്ക്ക് പോകുന്നത്? അത് ഒന്ന് മനസ്സിലാക്കേണ്ടത്, അത് യഹൂദന്മാരുടെ ഒരു രീതിയായിരുന്നു. തങ്ങളുടെ മരിച്ചവരോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ പ്രകടിപ്പിക്കാൻ അവരങ്ങനെ പോകുമായിരുന്നു. അതൊരു മോർണിംഗിൻ്റെ ഭാഗമായിട്ടും ഇവരിങ്ങനെ ചെല്ലുമായിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ശിഷ്യന്മാരാരും വന്നില്ല. ഈ സ്ത്രീകൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ, ഓക്കെ, വെളുത്ത് തുടങ്ങുമ്പോഴത്തേക്ക് തങ്ങൾ തലേദിവസം പ്രിപ്പയർ ചെയ്ത സുഗന്ധവ്യഞ്ജനങ്ങളുടെ കൂട്ടുമായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. പക്ഷെ ഇവർ പോകുമ്പോൾ പറഞ്ഞുകൊണ്ട് പോകുന്ന എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കല്ല് നമുക്ക്
ആര് ഉരുട്ട് മാറ്റിത്തരും. പക്ഷെ അവരവിടെ ചെല്ലുമ്പോൾ കാണുന്നത് കല്ല് ഉരുണ്ടു മാറിയിരിക്കുന്ന കാണുന്നത്. അതിൻ്റെ അകത്ത് യേശുവിൻ്റെ ബോഡിയുമില്ല. അപ്പം അതിനു മുമ്പ് നടന്ന ഒരു സംഭവമുണ്ട്, അതും സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെട്ടെന്നൊരു ഭൂമി കുലുങ്ങുന്ന പോലത്തെ ഒരു സംഭവം ഉണ്ടായി, കല്ല് മാറി, യേശു ഉയർത്തെഴുന്നേൽക്കുന്നു. അത് ആ പടയാളികൾ മരിച്ചവരെ പോലെ നിലത്തു വീണു എന്ന് പറയുന്ന ആ ശബ്ദം കേട്ടിട്ട് അവർക്ക് മനസ്സിലായി അവിടുന്ന് ബോഡി മിസ്സിങ് ആണെന്ന് മനസ്സിലായി. ഇവർ ഓടിച്ചെന്ന് അത് ആ സമയത്ത് പ്രീസ്റ്റുകൾ, മഹാപുരോഹിതൻ്റെ ആൾക്കാരെ അറിയിക്കുന്ന സംഭവം അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. സോ ഈ സ്ത്രീകൾ വന്ന് നോക്കുമ്പോൾ ഒരു ഒഴിഞ്ഞ കല്ലറയാണ് കാണുന്നത്. ഇവർക്കാകെ വിഷമമായി അല്ലേ. അവർ ഓടി. പക്ഷെ അതിൻ്റെ ഇടയിൽ മറിയോട് ഒരു ദൂതൻ സംസാരിക്കുന്നുണ്ട്. അതാ നമ്മൾ ആദ്യം വായിച്ചു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മറിയ ഇത് ഓടിച്ചെന്ന് നമുക്കറിയാവുന്ന പോലെ യേശുവിൻ്റെ ശിഷ്യന്മാരായ പത്രോസിനെയും യോഹന്നാനെയും അറിയിക്കുന്നു. പത്രോസും യോഹന്നാനും, ഇതെല്ലാം നമുക്ക് വായിച്ചറിയാവുന്ന കാര്യം. പത്രോസും യോഹന്നാനും എന്തോരം സ്പീഡിൽ ഓടാവോ ഓടി വന്ന് അവരും വന്ന് വെരിഫൈ ചെയ്യാണ്. ഒരു ഒഴിഞ്ഞ കല്ലറയാണ് അവർ കാണുന്നത്. അവർക്കിവിടെ സംഭവിക്കുന്ന എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ അവർ തിരിച്ചു പോയി. എന്നാൽ മറിയ കരഞ്ഞുകൊണ്ട്, മഗ്ദലക്കാരത്തി മറിയ ആ ടൂമ്പിന്റെ മുമ്പിൽ, ആ കല്ലറയുടെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ അടുത്ത് നിൽക്കുന്നത് സെൻസ് ചെയ്യാണ്. അപ്പോൾ പറഞ്ഞു, തോട്ടക്കാരനാണെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു, ബോഡി എങ്ങോട്ടാ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് പോയി ഞങ്ങൾക്കിതൊന്ന് ചെയ്യാമായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് മറിയെന്ന് വിളിക്കുമ്പോൾ മറിയ തിരിച്ചറിയുന്നുണ്ട്, എൻ്റെ ഗുരു എന്ന് പറഞ്ഞ് വിളിക്കുന്നതും ആ ഭാഗം അറിയാം. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ആദ്യമായിട്ട് മഗ്ദലക്കാരി മറിയയ്ക്ക് പ്രത്യക്ഷനാവുകയും ചെയ്തു അല്ലേ. പക്ഷേ ഈ കാര്യം മഗ്ദലക്കാരി മറിയോട് പറഞ്ഞു, എൻ്റെ ശിഷ്യന്മാരോട് നീ അറിയിക്കണം എന്ന് പറഞ്ഞു. മഗ്ദലക്കാരി മറിയ ഓടിച്ചെന്ന് പത്രോസിനെയും ബാക്കിയുള്ള ശിഷ്യന്മാരെയും അറിയിച്ചു. ഇവര് റൂമിൽ അടച്ചിരിക്കുക ശിഷ്യന്മാർ. ഇങ്ങനെയാണ് പറയുന്നത്, യഹൂദന്മാരെ പേടിച്ചിട്ട് വാതിൽ അവരടച്ചിരിക്കുന്ന സമയത്ത് അന്ന് വൈകുന്നേരം സന്ധ്യ ആയപ്പം ആ ശിഷ്യന്മാരുടെ ഇടയിൽ പ്രത്യക്ഷനായി. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ആ പേടിച്ചിരുന്ന ശിഷ്യന്മാർ കണ്ടു. ഇനിയും അത് നടക്കുന്ന ആ ദിവസം ആ സംഭവം നടന്നപ്പോഴത്തേക്ക് ഒരാൾ അതിൻ്റെ അകത്തില്ലായിരുന്നു. ആരായിരുന്നു എന്നറിയാമോ? അത് തോമസ് ആയിരുന്നു. തോമസ് എന്ന് പറഞ്ഞ ശിഷ്യനില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ തോമസ് വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, നമ്മുടെ ഗുരു ഉയർത്തെഴുന്നേറ്റു, മരിച്ചു അടക്കപ്പെട്ടെങ്കിലും നമ്മുടെ ഗുരു ഉയർത്തെഴുന്നേറ്റു തോമസ് എന്ന് പറഞ്ഞപ്പം തോമസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവൻ്റെ ആണിപ്പഴുത്, കയ്യിലുള്ള ആണിപ്പഴുത് എനിക്ക് കാണണം, എന്നിട്ട് ആ ആണിപ്പഴുതിൽ എനിക്ക് വിരലിടണം, പിന്നെ ആ വിലാപ്പുറത്തുണ്ടാക്കിയ മുറിവില്ലേ അതിലെൻ്റെ കയ്യും കൂടെ ഇട്ടാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എട്ടാമത്തെ ദിവസം ഇതുപോലെ ശിഷ്യന്മാർ കൂടിയിരുന്ന ദിവസം യേശു അവിടെ പ്രത്യക്ഷനായി തോമസിനോട് പറഞ്ഞത് നമുക്കറിയാം. തോമസേ, ദേ ഈ ആണിപ്പഴുതിലോട്ട് നിന്റെ വിരലിട്ട് നോക്കിക്കോ, നിന്റെ വിലാപ്പുറത്ത് നീ കൈയിട്ട് നോക്കിക്കോളൂ എന്ന് പറഞ്ഞപ്പം തോമസ് അപ്പം പറയുന്നത്, എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമേ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചു, ഇവിടെ ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ ഗാർഡുകൾ നിന്നവർ ഓടിച്ചെന്ന് മഹാപുരോഹിതന്മാരുടെ ആൾക്കാരോട് പറഞ്ഞു ബോഡി അവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പം ഇവർക്ക് മനസ്സിലായി കാര്യം പ്രശ്നമാണെന്ന് മനസ്സിലായപ്പം ഇവർ കുറേ അധികം പണം ഈ ഗാർഡ്സിന് കൊടുത്തിട്ട് പറഞ്ഞു, അവൻ്റെ ശിഷ്യന്മാർ ഇവിടെ നിന്ന് ബോഡി മോഷ്ടിച്ചു കൊണ്ട് പോയതാണ് എന്ന് നിങ്ങൾ കള്ളത്തരം പറഞ്ഞോ, ആളുകളോട് പറഞ്ഞോ, നിങ്ങൾ ഈ പൈസ കൊടുക്കണം. ആ പൈസ കൊടുത്തിട്ടാണ് പറയുന്നത്. മത്തായി ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്, സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നു വരെയും മത്തായി എഴുതുന്ന കാലം വരെയും യഹൂദന്മാരുടെ ഇടയിൽ പ്രചരിച്ച കഥ ഇതായിരുന്നു. ആ യേശുവിൻ്റെ ബോഡി, ആ ഇത്രയും ഭാരമുള്ള കല്ല് ഈ ശിഷ്യന്മാർ ഉരുട്ടി മാറ്റിയിട്ട് റോമൻ സീലും പൊട്ടിച്ചിട്ട് റോമൻ ഗാർഡ്സിനെയും പറ്റിച്ച്, അവർ ഉറങ്ങിക്കൊണ്ടിരുന്ന റോമൻ ഗാർഡ്സിനെയും പറ്റിച്ച് ഇവരെടുത്തോണ്ട് പോയി എന്നുള്ളൊരു കഥ. ഇനി ഞാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്ന നിങ്ങൾ ചിന്തിക്കാനായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. യേശു ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇത് നമ്മളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യമാണ് അല്ലേ. പക്ഷേ ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ്, ശിഷ്യന്മാർ മെനഞ്ഞെടുത്ത കഥയാണെന്ന് അന്ന് യഹൂദ പുരോഹിതന്മാർ ബ്രൈബ് ചെയ്ത ആൾക്കാരോട് പറഞ്ഞ പോലെ അങ്ങനെ അവർ എഴുതിയുണ്ടാക്കിയ ഒരു കഥയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ കോമൺ സെൻസിൽ നമുക്ക് ആലോചിച്ചാൽ മറുപടി കിട്ടുന്ന ചില ചിന്തകൾ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒന്നാമത്തെ കാര്യം,
കാര്യം, അവിടെ ഒരു ഒഴിഞ്ഞ കല്ലറയുണ്ടായിരുന്നു. ഓക്കെ, അത് ഏതെങ്കിലും ഒരു സാധാരണക്കാരനായ XYZ കല്ലറയല്ലായിരുന്നു. അത് അരിമത്യക്കാരനായ യോസെഫിന്റെ കല്ലറയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും, അരിമത്യക്കാരനായ യോസെഫ് ഒരു സാധാരണ മനുഷ്യനല്ല, സന്നിധി സംഘം അംഗമാണ്, അത്രയും ധനവാനായിട്ടുള്ള വ്യക്തിയാണ്, ഇതുപോലത്തെ ഒരു കല്ലറയുടെ ഉടമയാണ്. കൂടെ നിന്ന് നിക്കോദിമോസ്, ഇവര് ചേർന്ന് അടക്കിയതാണ് യേശുവിനെ. ആ കല്ലറയാണ് ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നത്. മത്തായി 28:15 ഞാനത് വായിച്ചത്. അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു. അതായത് ആ പടയാളികൾ ഇവർ പറഞ്ഞതുപോലെ ബ്രൈബ് സ്വീകരിച്ചിട്ട് കള്ളക്കഥ പറഞ്ഞു വരുത്തി. ഈ കഥ ഇന്നുവരെയും യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പായിരിക്കുന്നു. ഇന്നും അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷേ അവരങ്ങനെ ചെയ്തിട്ടുണ്ടോ ആ ശിഷ്യന്മാര്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. യേശുവിനെ പിടിച്ച സമയം, ആദ്യത്തെ സമയത്ത് പത്രോസ് ഒന്ന് വാളുകൊണ്ട് വെട്ടാൻ വന്നല്ലേ, പക്ഷെ അടുത്ത നിമിഷം പത്രോസ് എവിടെയായിരുന്നു? ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി എന്നാ പറയുന്നത്. യേശുവിൻ്റെ വിസ്താര സമയത്ത് ദൂരെ നിന്ന് നോക്കുന്നുണ്ട് പത്രോസ്. പക്ഷേ ആ സമയത്ത് 3 പ്രാവശ്യം തള്ളിപ്പറയുന്നുണ്ട്. യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് ശിഷ്യന്മാരുണ്ടായിരുന്നോ? ഇല്ല, അവരൊക്കെ പേടിച്ചൊളിച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ അടക്ക സമയത്ത് അവിടെ ശിഷ്യന്മാരില്ല. ഇനിയും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള ശിഷ്യന്മാര് ഒരു ഗ്രൂപ്പ് വന്നിട്ട് റോമൻ പട്ടാളത്തെ മാറ്റി അവരുടെ സീലും പൊട്ടിച്ച് ഈ 2000 കിലോ ഭാരം വരുന്ന കല്ല്, ഇനി ഞാനൊരു കാര്യം കൂടെ പറയാം, അവർ പറഞ്ഞ എന്താ, ഞങ്ങൾ ഉറങ്ങുമ്പം മോഷ്ടിച്ചോണ്ട് പോയി എന്ന, കാവലുണ്ടായിരുന്നെന്ന് ഇവർ സമ്മതിക്കുന്നുണ്ട്. ഇനിയും വേറൊരു കാര്യം, ഒഴിഞ്ഞ കല്ലറ ഉണ്ടെന്ന് ആദ്യം അറ്റസ്റ്റ് ചെയ്ത് പറഞ്ഞത് യേശുവിൻ്റെ ശത്രുക്കളാണ്. അവിടെ ഒരു കല്ലറ ഒഴിഞ്ഞു കിടപ്പുണ്ട്, അതായിരുന്നു സത്യം. ഇനി നോക്കി, അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ 2000 കിലോയോളം വരുന്ന കല്ല് ഉരുട്ടി മാറ്റുമ്പോൾ ഒരു ശബ്ദവും കേൾക്കൂലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. സോ അതിൻ്റെ അത് എന്തോരം ലോജിക്കലായിട്ടുള്ള കാര്യമാണെന്ന് ചിന്തിച്ചു നോക്കുക. അത് ലോജിക്കൽ അല്ലാഞ്ഞത് കൊണ്ടാണ് പിന്നീട് യെരുശലേമിൽ നിന്നുകൊണ്ട് തന്നെ ഈ ശിഷ്യന്മാർ പ്രസംഗിച്ചപ്പോൾ ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് വിശ്വസിച്ചത്. അവർക്കറിയായിരുന്നു അരിമത്യക്കാരൻ യോസഫിന്റെ കല്ലറ എവിടെയാണ്. അതൊരു വെരിഫയബിൾ ഡോക്യുമെന്റ് ആണ്, അവർക്ക് പോയാൽ കാണാം അത് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കല്ലറ. ഇനിയും ശിഷ്യന്മാർ ഇതൊരു ഫാബ്രിക്കേറ്റ് ചെയ്ത സ്റ്റോറിയാണെന്ന് ചിന്തിക്കുക. ഓക്കെ, ഒരാള് ഒരു കള്ളക്കഥ അങ്ങനെ മെനഞ്ഞുണ്ടാക്കുക എന്ന് വിചാരിക്കുക. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ശിഷ്യന്മാര് പറഞ്ഞുണ്ടാക്കിയതാന്ന് വിചാരിക്കുക. ഇനിയും അങ്ങനെ നിങ്ങൾ ആ പൊസിഷനിൽ വന്നിട്ട് അങ്ങനെ ഒരു കള്ളക്കഥ ഉണ്ടാക്കുവാണെങ്കിൽ ഏറ്റവും വിശ്വസിപ്പിക്കാവുന്ന രീതിയിലല്ലേ അവർ ചെയ്യുകയുള്ളൂ. പക്ഷെ നമുക്കൊന്ന് നോക്കാം, യേശുവിൻ്റെ ഗോസ്പൽ അക്കൗണ്ട്സ്, കനോണിക്കലായിട്ടുള്ള 4 അക്കൗണ്ട്സും എടുത്ത് നോക്കുക. 4ലും യേശു ഉയർത്തെഴുന്നേറ്റത് ആ സ്ഥലത്തോട്ട് ആദ്യം പോകുന്നത് ആരാണെന്നറിയാമോ? അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, സ്ത്രീകളാണെന്നുള്ളത്. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ആദ്യം കണ്ടത് ആരായിരുന്നു? മഗ്ദലക്കാരി മറിയ എന്നൊരു സ്ത്രീയാണ്. ഇതൊരു കള്ളക്കഥയായിരുന്നെങ്കിൽ ഒരിക്കലും അവരത് ചെയ്യില്ല. കാരണം ഞാൻ പറയാം, ഇന്ന് നമുക്ക് ആ ഡോക്യുമെന്റ്സ്, ഗോസ്പൽ ഡോക്യുമെന്റ്സ് വായിക്കുമ്പോഴത്തേക്ക് നമുക്കതിൽ പ്രത്യേകിച്ച് യേശുവിനെ ആദ്യം ഉയർത്തെഴുന്നേറ്റത് കണ്ടത് ഒരു സ്ത്രീ ആയിരുന്നു എന്ന് തോന്നും. പക്ഷേ ആ ഒരു കൾച്ചറിൽ ശക്തമായിട്ടുള്ള തൽമൂദിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള ആ യഹൂദ പശ്ചാത്തലത്തിൽ, ആ പേട്രിയാക്കൽ സൊസൈറ്റിയിൽ അവർ സ്ത്രീകളുടെ വാക്കുകൾക്ക് വില കൊടുത്തിരുന്നില്ല എന്നും മനസ്സിലാക്കണം. തൽമൂദിക് ഒരു പ്രോവേർബ് ഉണ്ട്, ഏൻഷ്യൻ ജൂയിഷ് പ്രോവേർബാണ്. തൽമൂദിക് ലിറ്ററേച്ചറിൽ വന്നിട്ടുള്ള ഇങ്ങനെയാണ്: ബെറ്റർ ദ വേർഡ്സ് ഓഫ് ദ ലോ ബേൺ ദാൻ ഡെലിവർ ഇറ്റ് ടു എ വുമൻ. അതായത് ഒരു സ്ത്രീയെ കൊണ്ട് ഈ ന്യായപ്രമാണമോ അല്ലെങ്കിൽ ന്യായമൊക്കെ പറയിക്കുന്നതിൽ നല്ലത് ആ ന്യായപ്രമാണ പുസ്തകം അങ്ങ് കത്തിച്ചു കളയുന്നതാണ് തൽമൂദിക് ലിറ്ററേച്ചറിലാണ് കേട്ടോ. സോ അങ്ങനെ ചിന്തിച്ചിരുന്ന ആളുകൾ ആ സമൂഹത്തിൻ്റെ ഇടയിൽ, ഓക്കെ, ഒരു സ്ത്രീയാണ് ആദ്യം ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടെന്ന് പറയുന്നത് ഒട്ടും എന്താ പറയുന്നത്, അവരത് ഫാബ്രിക്കേറ്റ് ചെയ്ത് അവരങ്ങനെ ഒരു കള്ളക്കഥ ഉണ്ടാക്കുകയാണെങ്കിൽ അവരൊരിക്കലും എഴുതത്തില്ല. കാരണം അതൊരു നാണക്കേടാണ്. ഒരു സ്ത്രീ പറഞ്ഞെന്നാണ് അവർ വിശ്വസിക്കുക എന്ന് പറയുന്നത്, അത് വലിയ നാണക്കേടായിരുന്നു. പക്ഷെ അവർ വ്യക്തമായിട്ട് മത്തായി ആകട്ടെ, മർക്കോസ് ആവട്ടെ, ലൂക്കോസും യോഹന്നാനും എഴുതി യേശുവിൻ്റെ കല്ലറയിൽ ആദ്യം പോയി കണ്ടത്, ഒഴിഞ്ഞ കല്ലറ കണ്ടത് സ്ത്രീകളായിരുന്നു. അന്നത്തെ ജൂയിഷ് കോർട്ടിൽ സ്ത്രീകളുടെ വാക്കുകൾക്ക് വില എടുക്കില്ലായിരുന്നു. ഓക്കെ, അവരൊരു കാര്യത്തിന് സാക്ഷി പറയാൻ വന്നാൽ അതിന് വാല്യൂ ഇല്ല.
പക്ഷെ ഇവിടെ പറഞ്ഞേക്കുവാണ് സ്ത്രീയാണ് യേശുവിനെ ആദ്യം ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടത്. സോ അതൊരിക്കലും ഒരു കള്ളക്കഥയല്ലായിരുന്നു എന്നുള്ളത്. അവര് ആ സമൂഹത്തെ പേടിച്ച് അത് ഒളിപ്പിച്ചില്ല. അവര് സത്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ട് അത് സ്ത്രീ ആയിരുന്നു എന്ന് തന്നെ അവർ എഴുതി. ഓക്കെ, സോ അതും ഒരു പ്രൂഫാണ്. ഇനി യേശുവിനെ കണ്ടത് ഒരു മഗ്ദലക്കാരത്തി മറിയ മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഐ വിറ്റ്നസ് അപ്പിയറൻസസ് ഇഷ്ടം പോലെ കാണുന്നുണ്ട്. 1 കൊരിന്ത്യർ 15:3 മുതൽ 8 വരെ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയാണ് എഴുതുന്നത്: ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും കേഫാവിനും, പത്രോസാണത്, പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്ക പേരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. സോ യേശുവിനെ കണ്ടത് ഒരു മഗ്ദലക്കാരി മറിയ മാത്രമല്ല, ചില സ്ത്രീകൾ മാത്രമല്ല. കേഫാവ് കണ്ടിട്ടുണ്ട്, 12 ശിഷ്യന്മാർ കണ്ടു, 500-ലധികം പേർക്ക് ഒരുമിച്ച് യേശു പ്രത്യക്ഷ അവർ കണ്ടു. ഐ വിറ്റ്നസ്സുകൾ ജെറുസലേമിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇനി 4-ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ശിഷ്യന്മാർക്ക് യേശുവിൻ്റെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് ശേഷം വന്ന മാറ്റമാണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഡിസൈപ്പിൾസ്. ഞാൻ നേരത്തെ പറഞ്ഞു, യേശുവിനെ തള്ളിപ്പറഞ്ഞ്, പേടിച്ച് തള്ളിപ്പറഞ്ഞ് ഒളിച്ചിരുന്ന് മുറിയിൽ എല്ലാവരും കൂടെ അടച്ചിരുന്ന ഈ ആളുകൾ തന്നെ അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നത്: അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകനും സദൂക്യരും അവരുടെ നേരെ വന്നു. ഏതാ? പത്രോസും യോഹന്നാനും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ആ പുരോഹിതന്മാരും സദൂക്യരും എല്ലാം ഇങ്ങോട്ട് വരുവാണ്. യേശുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയവരുടെ ഗ്രൂപ്പാണ് വരുന്നത്. പക്ഷെ അവിടെ നിന്നുകൊണ്ട് അവർ പറയുന്ന എന്താണെന്നറിയാമോ? അവർ ജനത്തെ ഉപദേശിക്കുകയും, ആരാ? പത്രോസും യോഹന്നാനും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ, മരിച്ചുപോയവര് പുനരുത്ഥാനം ചെയ്യുമെന്നുള്ളത് യേശുവിൻ്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാലും നീരസപ്പെട്ടു. യേശു മരിച്ചിട്ട് അധികം ദിവസം ആയിട്ടില്ല, 3 മാസം കഴിഞ്ഞിട്ടില്ലെന്ന് ഓർക്കണം. അവിടെ യേശു മരിച്ച സ്ഥലത്ത്, യെരുശലേമിൽ നിന്നുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റ അതേ സ്ഥലത്ത്, ആ ഒഴിഞ്ഞ കല്ലറ കിടക്കുന്ന അതേ സ്ഥലത്ത് നിന്നുകൊണ്ട് പത്രോസും യോഹന്നാനും ആളുകളോട് സംസാരിക്കുകയാണ്. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ഈ യേശുവിനെ കൊലയ്ക്ക് വിധിച്ച ഗ്രൂപ്പ് വരുമ്പോഴും അവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. എങ്ങനെ ഇവർക്ക് ഈ മാറ്റം വന്നു? കാരണം അവർക്കുണ്ടായ ട്രാൻസ്ഫോർമേഷൻ. അവരവരുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു ഉയർത്തെഴുന്നേറ്റ യേശുവിനെ. 4:20 അവരോട് ഇനിയും യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് അവർ താക്കീത് കൊടുക്കുമ്പോൾ പറയുന്നത് എങ്ങനെയാണ്? ഞങ്ങൾക്കോ, പത്രോസ് യോഹന്നാനും പറയാണ്, ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല. സോ അത്രയ്ക്കൊരു ട്രാൻസ്ഫോർമേഷൻ. അതായത് എങ്ങനെ ക്രൂശീകരിച്ചു, മരിച്ച് അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടിട്ട് അവർ പറയാണ്, ഇനി ഞങ്ങൾക്ക് ഇത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല. ഇനിയും 5-ാമത്തെ ഒരു തെളിവാണ്, they were witnessing in ജെറുസലേം. എത്രാമത്തെ ദിവസം? പെന്തക്കോസ്ത് നാൾ വന്നപ്പോഴാണ് പത്രോസ് ആദ്യത്തെ ഒരു പ്രസംഗം ചെയ്യുന്നത് നമ്മൾ വായിക്കുന്നത്. ആക്ട്സ് ചാപ്റ്റർ 2 എത്ര ദിവസമായിട്ടുണ്ട്? യേശുവിൻ്റെ പെസഹ കഴിഞ്ഞ് 50-ാമത്തെ ദിവസമാണ്. പെസഹ കഴിഞ്ഞ 50-ാമത്തെ ദിവസം, അതായത് യേശു ക്രൂശീകരിക്കപ്പെട്ടിട്ട് 50 ദിവസം ആകുന്നേ ഉള്ളൂ. അന്നാണ് അതേ സ്ഥലത്ത് യെരുശലേമിൽ നിന്നുകൊണ്ട് പത്രോസ് എന്താ പ്രസംഗിച്ചതെന്ന് ആ പ്രസംഗം ഒന്ന് വായിച്ചു നോക്കണം. മശിഹായെ നിങ്ങൾ ക്രൂശിച്ചു, നിങ്ങളുടെ നേതാക്കന്മാർ ക്രൂശിച്ചു എന്ന് ധൈര്യത്തോടെ നിന്ന് പ്രസംഗിക്കുക യെരുശലേം നിവാസികളോട്. അവർ ആ കൂട്ടത്തിൽ ഹോശാന പാടിയ ജനവും ഉണ്ട്, ക്രൂശിക്കാനായിട്ട് പാടിയ ജനവും ഉണ്ട്. നമ്മൾ മനസ്സിലാക്കണം. സോ ഈ ആൾക്കാരോട് പറയുകയാണ്, അവർക്കറിയാം അരിമത്യക്കാരൻ യോസഫിന്റെ ഒഴിഞ്ഞ കല്ലറ, അവരുടെ ആൾക്കാർ പറഞ്ഞു വരുത്തിയ കള്ളക്കഥയും അറിയാം. എന്താ? ശിഷ്യന്മാര് ബോഡി മോഷ്ടിച്ചുകൊണ്ട് പോയതാണെന്നുള്ള കള്ളക്കഥയും ഇവർ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ അറിയാം ഒരു ഒഴിഞ്ഞ കല്ലറ അവിടെ കിടപ്പുണ്ട്. അവരോടാണ് പറയുന്നത്, പക്ഷെ യേശു ഉയർത്തെഴുന്നേറ്റു, ആ കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അല്ലെ? ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏകനാമ യേശുവിനെ കുറിച്ച് ഇവർ പ്രസംഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര്, അടുത്ത പ്രസംഗത്തിൽ 5000 പേരൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരുടെ കൺമുമ്പിൽ സോളിഡ് പ്രൂഫ് ആയിരുന്നു. അവർക്ക് വെരിഫൈ ചെയ്തറിയാവുന്ന, തൊട്ട്
തൊട്ടറിയാൻ പറ്റുന്ന, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന പ്രൂഫായിരുന്നു അവിടെ കിടന്നിരുന്നത്. ഇനിയും അടുത്തത് കൺവേർഷൻ ഓഫ് സ്കെപ്റ്റിക്സ്. യേശുവിൽ ആദ്യം വിശ്വസിക്കാതിരുന്നവരുടെ കൺവേർഷൻ ഒരു പ്രൂഫാണ് യേശു ജീവിച്ചിരിക്കുന്നു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. നമുക്കറിയാവുന്ന ഒരു ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ ആണ് തർസോസുകാരനായ ശൗൽ. യേശുവിനെ അനുഗമിക്കുന്ന ഒരു പുതിയ കൾട്ട് ഗ്രൂപ്പ് യഹൂദന്മാരുടെ ഇടയിൽ വന്നിരിക്കുന്നു. അവരെ മുഴുവൻ തീർക്കണമെന്ന് പറഞ്ഞ് ഈ ഗമാലിയേലിന്റെ ശിഷ്യൻ യെരുശലേമിലേക്ക് വരികയാണ്. അവിടെ വന്ന് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ അതിന് അനുവാദം കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് പൗലോസ് അവിടെ സ്ത്രീകളെയും പുരുഷന്മാരെയും യെരുശലേമില് വലിച്ചിഴച്ച് തടവിലാക്കി സഭയെ ഉപദ്രവിച്ച് മുടിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ച പരീശന്മാരിൽ ഒരു പ്രമാണിയായിരുന്നു തർസോസുകാരനായ ശൗൽ. അടുത്തത് യെരുശലേമിലെ ആളുകളെ, സഭയെ മുഴുവൻ പൂട്ടിക്കെട്ടി അവിടെയുള്ള ആൾക്കാർ മുഴുവൻ പലായനം ചെയ്തു പോയി. അടുത്ത രാജ്യമായ സിറിയയിൽ ഇവർ ചെന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പം സിറിയയിൽ പോയിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ളതിനായിട്ട് അതിനായിട്ട് വഴി കൂടെ പോവുക. ദമസ്കോസിന്റെ പടിവാതിൽക്കലെത്തിയപ്പോൾ ഈ കർത്താവായ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദർശനം ഉണ്ടായത് കൊണ്ടാണ് ആ തർസോസുകാരനായ ശൗൽ, നമ്മൾ ഓർക്കണം, അദ്ദേഹത്തിന് അന്ന് ആ സമൂഹത്തിൽ ഏറ്റവും ഉന്നതമായൊരു സ്ഥാനം ഉണ്ടായിരുന്ന മനുഷ്യനാണ്, അത്രയും അധികാരമുണ്ടായ മനുഷ്യനാണ്. എന്നാൽ ഒരു ദിവസം കൊണ്ട് തൻ്റെ തീരുമാനം മാറ്റുവാൻ ഈ തർസോസുകാരനായ ശൗലിനെ പ്രേരിപ്പിച്ചതെന്നാണ്. യേശുവിൻ്റെ സുവിശേഷവുമായിട്ട് അവിടെ മാത്രം ഒതുങ്ങി നിൽക്കാതെ പിന്നീട് ലോകത്തിന്റെ പല ഭാഗത്തോട്ടും ഭൂഖണ്ഡങ്ങൾ തോറും പോകാൻ ഈ ശൗലിനെ പ്രേരിപ്പിച്ചതെന്താണ്? നമ്മൾ അറിയുന്ന പൗലോസ് അപ്പോസ്തലനാക്കി മാറ്റിയതെന്താണ്? The appearance of the resurrected Jesus. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടതുകൊണ്ട്. ഹല്ലേലൂയ. അടുത്തത് നമുക്ക് ഏറ്റവും വലിയൊരു പ്രൂഫ് എന്ന് പറയുന്നത് യേശുവിനെ ക്രൂശീകരിച്ച് കൊന്ന. ഓക്കെ, അതായത് അന്നത്തെ കാലത്ത് ഒരു കുടുംബത്തിൽ ഒരാൾ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ കുടുംബമായിട്ട് ബന്ധം പോലും ആൾക്കാർ വെക്കുക, അത്ര നാണം കെട്ട കാര്യമാണ്. ഓക്കെ, നമുക്ക് മനസ്സിലാവുന്ന രീതി പറഞ്ഞാൽ ആ കുടുംബത്തിൽ നിന്ന് കല്യാണം, അയ്യോ വേണ്ട വേണ്ട, അങ്ങനെ അവിടെ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. അത്രയും നാണക്കേടുള്ളൊരു കാര്യമാണ്. എന്നാൽ ദ ഒറിജിൻ ഓഫ് ദ ക്രിസ്ത്യൻ ചർച്ച് അത് യെരുശലേമിൽ തുടങ്ങി. ഈ നാണക്കേട് ഇവർക്ക് എങ്ങനെ മാറി? അവരവിടെ നിന്ന് ബോൾഡായിട്ട് പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച നസ്രായനായ യേശു, നിങ്ങൾ ക്രൂശിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ നല്ല ധൈര്യമായിട്ട് അവരെങ്ങനെ പറഞ്ഞു. അവിടെ നിന്നുകൊണ്ട് അവർക്ക് അത്ര ഉറപ്പായിരുന്നു യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. അവിടെ നിന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇവർ പോയി, അല്ലേ? നമുക്കറിയാം. ഇനിയും നമ്മൾക്ക് ഈ മഹാപുരോഹിതന്മാരുടെ ആൾക്കാരുടെ വാക്കുകൾ നോക്കി. അവർ പറഞ്ഞ എന്താ? ശിഷ്യന്മാര് മോഷ്ടിച്ചു കൊണ്ടുപോയി. എന്നാൽ ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ, ഈ ശിഷ്യന്മാര് അങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് പോയത് കൊണ്ട്, അങ്ങനെ ഇവർ പ്രസംഗിച്ചത് കൊണ്ട് എന്ത് ഗുണമാണ് അവർക്ക് കിട്ടുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ആ പേടിച്ചിരുന്ന ഒരിക്കൽ പത്രോസ് പറഞ്ഞു, ഞാൻ വള്ളവും വലയൊക്കെ ആയിട്ട് പോകാൻ ഇനി മനുഷ്യരെ പിടിക്കുന്ന പരിപാടിയൊന്നും എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അവരങ്ങനെ മോഷ്ടിച്ച് ഒരു കള്ളക്കഥ ഉണ്ടാക്കി കുറേ നാൾ അവിടെയൊക്കെ പ്രസംഗിച്ച് പലയിടത്തും നടന്നു. ഇവർക്ക് എന്ത് പ്രയോജനമായിരുന്നു കിട്ടുന്നത്? ഞാൻ ബാക്കി ആരുടെ എടുക്കുന്നില്ല, യേശുവിൻ്റെ ശിഷ്യന്മാരുടെ മാത്രം ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. അവരാ കള്ളക്കഥ ഉണ്ടാക്കി അവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായോ? അങ്ങനെ പ്രസംഗിച്ചു. പക്ഷെ അവർ മരിച്ച് അവർ മരിക്കുന്നത് വരെ, അവസാന ശ്വാസം എടുക്കുന്നത് പോലെ വരെ അവർ ധൈര്യമായിട്ട് പ്രസംഗിച്ച ഒരു കാര്യമുണ്ട്: യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന്. ഓക്കെ, നമുക്കറിയാം യേശുവിൻ്റെ ഒരു ശിഷ്യൻ, 12 ശിഷ്യന്മാരിൽ ഒരാൾ യൂദാസ് ഇസ്കര്യോത്ത്, അത് യൂദാസ് തൂങ്ങി മരിച്ച സംഭവം നമുക്കറിയാം. ബാക്കിയുള്ളവരെ ഒന്ന് നോക്കാം. യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്ന യാക്കോബ്, അല്ലേ? യാക്കോബ്, അതായത് നമ്മുടെ സെബദി മക്കളിൽ ഒരാളായ യോഹന്നാന്റെ സഹോദരനായ യാക്കോബ്, ഈ പ്രസംഗം ധൈര്യമായിട്ട് അവിടെ നിന്ന് പ്രസംഗിച്ച ആളാണ്, അവിടെ സുവിശേഷം അറിയിച്ച ആളാണ്. പക്ഷെ യാക്കോബ് എന്താ സംഭവിച്ചത്? അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൽ നോക്കുമ്പം ഹെരോദ് അഗ്രിപ്പ ഒന്നാമൻ യഹൂദന്മാരുടെ പ്രീതി ലഭിക്കാൻ വേണ്ടിയിട്ട്, ഈ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് കൈനീട്ടി എന്നാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് യാക്കോബിനെയും പത്രോസിനെയും കൂടെ ജയിലിലോട്ടിടുകയാണ്. ഹെരോദ് അഗ്രിപ്പ ഒന്നാമൻ, അതായത് മറ്റേ മഹാനായ ഹെരോദോവിൻ്റെ കൊച്ചുമോനാണ്. യേശു ജനിച്ച സമയത്ത് കുഞ്ഞുങ്ങളെ കൊന്ന ആ മഹാരാജാവിൻ്റെ കൊച്ചുമകനാണ് ഹെരോദ് അഗ്രിപ്പ ഒന്നാമൻ. ഇദ്ദേഹം യാക്കോബിനെ വാള് കൊണ്ട് കൊന്നു.
ഈ യാക്കോബ് എങ്ങനെ മരിച്ചു എന്നുള്ളത് മാത്രമേ നമ്മുടെ ന്യൂ ടെസ്റ്റ്മെന്റ് കാനോനിൽ റെക്കോർഡിക്കലായിട്ട് നമുക്കുള്ളൂ, അല്ലേ? യൂദാസ് ഇസ്കറിയാത്തോന്റെ. ഓക്കെ, അങ്ങനെ വാളുകൊണ്ട് കൊന്നു. യാക്കോബിന് എന്ത് നേട്ടമാണ് കിട്ടിയത്? അങ്ങനെ പ്രസംഗിച്ചത് കൊണ്ട് യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ്. പക്ഷെ വാളുകൊണ്ട് അറക്കുമ്പോഴും ഇവർക്ക് ഒരു വിഷമവും ഇല്ലായിരുന്നു. പത്രോസ് അപ്പുറത്ത് ജയിലിൽ കിടപ്പുണ്ട്. അന്ന് ദൈവത്തിന്റെ ദൂതൻ ഇടപെട്ടത് കൊണ്ടാണ് പിന്നീട് പത്രോസ് പുറത്തോട്ട് വന്നതെന്ന് നമുക്കറിയാം. അല്ലായിരുന്നെങ്കിൽ സന്തോഷത്തോടെ പത്രോസ് മരിക്കാൻ റെഡിയായനെ. അടുത്ത ശിഷ്യനെ നോക്കാം, അന്ത്രയോസ്. നമ്മുടെ പത്രോസ്, ശിമോൻ പത്രോസിന്റെ സഹോദരനായിരുന്നു അന്ത്രയോസ്. അന്ത്രയോസ് യേശുവിന്റെ സുവിശേഷവുമായിട്ട് അനേകം രാജ്യങ്ങൾ പോയൊരു വ്യക്തിയാണ്. അദ്ദേഹം അവിടുന്ന് ട്രാവൽ ചെയ്ത് ഗ്രീസിലാണ് കൂടുതലും അന്ത്രയോസ് സുവിശേഷ പ്രവർത്തനം ചെയ്തത്. അവസാനം ഗ്രീസിൽ പത്രാസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് അന്ത്രയോസിനെ പിടിച്ചു ക്രൂശിച്ചു കൊല്ലുവാനായിട്ട് വിധിക്കുകയാണ്. പക്ഷേ യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാം അവർക്ക് ക്രൂശ് മരണം വിധിക്കുമ്പം റിക്വസ്റ്റ് ചെയ്യായിരുന്നു, ഞങ്ങളുടെ ഗുരുവായ യേശുവിനെ ക്രൂശിച്ചതുപോലെ ചെയ്യരുത്, അത് ഞങ്ങൾക്കൊരു വിഷമാണ്, ഞങ്ങൾക്ക് വേറൊരു രീതിയിൽ ക്രൂശീകരണം തന്നോന്ന്. അങ്ങനെ അന്ത്രയോസ് റിക്വസ്റ്റ് ചെയ്തത് കൊണ്ട് ഗ്രീസിലെ പത്രാസിൽ വെച്ച് ഒരു എക്സ് ഷേപ്ഡ് ക്രോസിൽ എത്രയോ ബുദ്ധിമുട്ടിയായിരിക്കും അങ്ങനെ കിടക്കുമെന്ന് ആലോചിച്ച് നോക്കെ, അന്ത്രയോസിനെ ക്രൂശിക്കുകയായിരുന്നു. ക്രൂശിക്കുക എന്ന് പറയുമ്പം അന്ത്രയോസിന്റെ ക്രൂശീകരണത്തിൽ യേശുവിൻ്റേതുപോലെ നെയിൽസ് ആണി അടിച്ചു കയറ്റിയിട്ടില്ല, ഇങ്ങനെ കെട്ടിത്തൂക്കിയിടും. ഇങ്ങനെ സാധാരണ ഇങ്ങനെയും ക്രൂശിക്കാറുണ്ട്, ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിട്ട് അനേക ദിവസങ്ങൾ അവരവിടെ കിടന്ന് ഉപദ്രവമൊക്കെ സഹിച്ച് അങ്ങനെ മരിക്കും. പക്ഷേ അന്ത്രയോസിനെ കുറിച്ച് പറയുന്നത് ചരിത്ര രേഖകൾ, സഭാ രേഖകളൊക്കെ പറയുന്നത് ഈ ക്രൂശിൽ കെട്ടിയിട്ടേക്കോ 2 ദിവസമായിട്ട് ഇങ്ങനെ എക്സ് ഷേപ്ഡ് ക്രോസിൽ ആ ക്രൂശെ കടന്നുകൊണ്ട് കർത്താവായ യേശുവിനെ കുറിച്ചും കർത്താവായ യേശു ഭൂമിയിൽ വന്നതിനെക്കുറിച്ചും ജീവിച്ചതിനെക്കുറിച്ചും പഠിപ്പിച്ചതിനെക്കുറിച്ചും മരിച്ചതിനെക്കുറിച്ചും അടക്കം ചെയ്തതിനെക്കുറിച്ചും ഉയർത്തെഴുന്നേറ്റ് ഇനിയും അവൻ വരുമെന്നുള്ളതിനെക്കുറിച്ചും ബോൾഡായിട്ട് പ്രസംഗിച്ച് ഗ്രീസിലെ പത്രാസിൽ മരിച്ച ഗ്രീസിൻ്റെ അപ്പോസ്തലനായിരുന്നു ഈ അന്ത്രയോസ് എന്ന് പറയുന്നത്. മറ്റൊരു ശിഷ്യൻ, അവരെന്താ പറഞ്ഞത്? അവർ കള്ളക്കഥ ഉണ്ടാക്കിയെന്ന്. എന്തിനു വേണ്ടി അവർ കള്ളക്കഥ ഉണ്ടാക്കണം? ക്രൂശെ കടന്നപ്പോഴും അവർ പറഞ്ഞു ഞങ്ങളുടെ കർത്താവ് മരിച്ചു, അടക്കി, ഉയർത്തെഴുന്നേറ്റു. മൂന്നാമത്തെ ഒരാളെ ഞാൻ കാണിച്ചു, ഫിലിപ്പോസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ പരിചയമുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ അല്ലേ. ഇദ്ദേഹം ടർക്കിയിലോട്ടാണ് പോയി, ഇന്നത്തെ ഏഷ്യ മൈനറിൽ. അവിടെ ഹിറാപോലീസ് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തെ സുവിശേഷീകരണമൊക്കെ കഴിഞ്ഞ് അവരെ പിടിച്ച് കുറേ പ്രശ്നങ്ങളൊക്കെ. സോ അതൊന്നും ഡീറ്റെയിൽസ് പറയുന്നില്ല. അദ്ദേഹത്തെ ക്രൂശിക്കാൻ വിധിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹവും റിക്വസ്റ്റ് ചെയ്തു, എൻ്റെ കർത്താവിനെ ക്രൂശിച്ച പോലെ ക്രൂശിക്കരുത്, തലകീഴായിട്ട് ക്രൂശിച്ചോളാൻ പറഞ്ഞു. നേരെ തിരിച്ചിട്ട് ക്രൂശിച്ചു കൊന്നു. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? ഇവർ കള്ളക്കഥ എന്തിനുണ്ടാക്കണം? ആ ക്രൂശെ കിടക്കുമ്പോഴും അവർ വിളിച്ചു പറഞ്ഞവര് നമ്മുടെ കർത്താവായ യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന്. ബർത്തലോമായ നമുക്കറിയാം അല്ലേ, നഥാനിയേൽ എന്ന് പറയുന്നത് യേശു കർത്താവ് കളങ്കമില്ലാത്ത ഒരു ഇസ്രായേൽ എന്ന് പറഞ്ഞ് ആ ശിഷ്യൻ എങ്ങോട്ടാണ് പോയെന്നറിയാമോ? അർമീനിയ. പല രാജ്യങ്ങൾ പോയി അവസാനം അദ്ദേഹം അർമീനിയ വെച്ചാണ് കൊല്ലപ്പെടുന്നത്. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ വളരെ ക്രൂരമായി കൊല്ലപ്പെട്ട ഒരു മനുഷ്യനാണ് ഈ നഥാനിയേലിനോട് ചെയ്തത് അർമീനിയയിൽ ജീവനോടെ തൊലിയുരിഞ്ഞിട്ട് തലവെട്ടുകയാണ്. ജീവനോടെ തൊലിയുരിയുക. എനിക്ക് ഇന്നുമുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു, ഇന്നും പിൽഗ്രിമേജ് സൈറ്റായിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലമാണ് ബർത്തലോമായി. അർമേനിയയിൽ അദ്ദേഹത്തിൻ്റെ അടക്കം നടന്നത്. അടുത്തത് അപ്പോസ്തലനായ തോമസ് പല രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്തു. നമുക്കറിയാം തോമസിനോട് നമുക്ക് വലിയ ബന്ധമുള്ള എന്താ, നമ്മുടെ മലബാർ കോസ്റ്റിൽ, കോറമൻഡൽ കോസ്റ്റ്, നമ്മുടെ കേരളത്തിൽ വന്നിറങ്ങി അല്ലേ സുവിശേഷവുമായിട്ട്. അപ്പോസ്തലനായ തോമസ് അല്ലേ, ഇവിടെ തമിഴ്നാടിൻ്റെ കോസ്റ്റൽ ഏരിയാസിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ കോസ്റ്റൽ ഏരിയാസിലും അദ്ദേഹം സുവിശേഷം പറഞ്ഞു, ഇവിടെ സഭകൾ സ്ഥാപിച്ചു അല്ലേ. അദ്ദേഹത്തിൻ്റെ അനുയായികളാണ് സെൻറ്റ് തോമസ് ക്രിസ്ത്യൻസ് എന്ന് അറിയപ്പെടുന്നവർ. സോ ആ കാലഘട്ടത്തിൽ കൺവേർട്ടഡ് ആയവർ. ഓക്കെ, അങ്ങനെ തോമസിന് എന്താ സംഭവിച്ചത്? മദ്രാസിനടുത്തുള്ള മൈലാപ്പൂർ വെച്ചിട്ട് ലോക്കൽ ലീഡേഴ്സ് കുന്തം കൊണ്ട് കുത്തി കൊല്ലുകയായിരുന്നു അദ്ദേഹത്തെ, പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് തോമസിനെ. അടുത്തത് എരിവുകാരനായ ഷിമോൻ. അദ്ദേഹം ട്രാവൽ ചെയ്തത്, അദ്ദേഹത്തിൻ്റെ ഡോക്യുമെന്റ്സ് ഈജിപ്റ്റ്, നോർത്ത് ആഫ്രിക്ക, കാർത്തേജ്, സ്പെയിൻ, ബ്രിട്ടൻ. ഞാൻ ഈ പറയുന്ന സ്ഥലങ്ങൾ നമ്മൾ മനസ്സിലാക്കുക 1-ാം നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്തീയ സുവിശേഷം എത്തിയ നാടുകളാണ്. സോ നമുക്ക് അഭിമാനിക്കാം അല്ലേ, കേരളത്തിൽ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ എത്തിയായിരുന്നു അല്ലേ. സൈമൺ ദ സെലറ്റ് ബ്രിട്ടൻ, സിറിയ, മെസ്സപ്പൊട്ടേമിയ ഇവിടെ എല്ലാം ചെയ്തു.
ഈ സൈമൺ എരിവുകാരനായ ഷിമോനും യൂദാ തദ്ദേവുസും അവര് മിഷൻ പാർട്ട്നേഴ്സ് ആയിരുന്നു. അവരെപ്പോഴും ഒരുമിച്ചായിരുന്നു ട്രാവൽ ചെയ്തിരുന്നത്. അതിൽ ഈ എരിവുകാരനായ ഷിമോനെ കൊന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഈർച്ചവാളാൽ അറക്കപ്പെട്ടു. അതായത് ഒരു മനുഷ്യനെ ഇങ്ങനെ വാളുകൊണ്ട് നടുക്കൂടെ മുറിച്ച് അങ്ങനെയാണ് ഇദ്ദേഹത്തെ കൊന്നത്. അവരെന്തിനാ കള്ളക്കഥ പറയേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഈ ഒരു പ്രതിഫലം ലഭിക്കാൻ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെയൊന്നും മരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തീരുമാനിക്കുന്നുണ്ടോ? അവർക്ക് ഉറപ്പായിരുന്നു അവർ കണ്ടത് എന്താണെന്നുള്ളത്. യൂദാസ് തദയൂസ്, ഇസ്കറിയോത്ത അല്ല, തദയൂസ് യൂദ, ഇദ്ദേഹത്തെയും ക്രൂസിഫൈ ചെയ്താ കൊന്നത്. ക്രൂശിൽ തലകീഴായിട്ട് ക്രൂശിച്ചു കൊന്നു. അടുത്തത് മത്തായി, നമ്മൾക്ക് സുവിശേഷം എഴുതി തന്നിട്ടുള്ള മത്തായിയെ കൊന്നത് എത്യോപ്യയിൽ വെച്ചാണ്. എത്യോപ്യയിലാണ് അദ്ദേഹത്തിന്റെ മിനിസ്ട്രി കൂടുതലായിട്ട് നിന്നിരുന്നത്. അവസാന കാലത്ത് മത്തായിയെ എത്യോപ്യയിൽ വെച്ച് തലവെട്ടിക്കൊല്ലുകയായിരുന്നു. പിന്നെ അൽഫായിയുടെ മകനായ ഒരു യാക്കോബുണ്ട്, 2 യാക്കോബുണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഇദ്ദേഹത്തെ കല്ലെറിഞ്ഞും അടിച്ചും കൊല്ലുകയായിരുന്നു. അപ്പോസ്തലനായ പത്രോസിനെ നമുക്കറിയാം, നീറോ ചക്രവർത്തിയുടെ കാലത്ത് റോമിൽ വെച്ചിട്ട് ക്രൂശിക്കാനായിട്ട് വിധിച്ചു. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത പ്രകാരം തല കീഴായാണ് ക്രൂശിച്ചത്. അവശേഷിക്കുന്ന ഒരാളുണ്ട്, യോഹന്നാൻ മാത്രമാണ് ഈ ഗ്രൂപ്പില് എന്താ പറയുന്ന മരണക്കിടക്കെ കിടന്ന് ഒരു മനുഷ്യൻ മരിക്കുന്നത് പോലെ മരിച്ചത്. പക്ഷേ യോഹന്നാൻ്റെയും ജീവിതം ഈസി ആയിരുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പ്രചാരത്തിലുള്ള ഒരു മെയിനായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അദ്ദേഹത്തെ തിളച്ച എണ്ണയിലിടുകയും അദ്ദേഹം ഒന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്തു. ആ ഒരു ദേശത്തിന് ഡൊമീഷ്യൻ ചക്രവർത്തി പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തിക്കളഞ്ഞു, ഇനി ഒരിക്കലും തിരിച്ചു വരട്ടെ. പക്ഷെ ഡൊമീഷ്യൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പം അവിടുന്ന് പ്രിസണേഴ്സിനെ ഫ്രീ ചെയ്തതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വന്നു. നമുക്കറിയാം, വയസ്സായി എഫെസോസിൽ ഒരു ബിഷപ്പായിരുന്ന് നമുക്ക് ഈ ലേഖനങ്ങളൊക്കെ എഴുതി തന്നിട്ടാണ് അദ്ദേഹം മരിച്ചത്. വളരെ പ്രായം ചെന്ന് 96 വയസ്സോളം അടുത്തിട്ടാണ്. അദ്ദേഹത്തോട് ഇങ്ങനെ പറയാറുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കുമായിരുന്നു പ്രായമായി കഴിഞ്ഞപ്പോൾ എന്താ ഒന്ന് പ്രസംഗിക്കാൻ പറയുമ്പോൾ പറയും, കുഞ്ഞുങ്ങളെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ മരിച്ച ഒരു അപ്പോസ്തലൻ ഒരാൾ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവർ പറഞ്ഞ പോലെയാണെങ്കിൽ എന്തിനു വേണ്ടി ഇവർ ഈ ശരീരം മോഷ്ടിച്ച്, ഇനി അഥവാ മോഷ്ടിച്ചെങ്കിൽ തന്നെ ഇത്രയും കാലം എന്തിനു പ്രസംഗിച്ച് അവസാനം ഇങ്ങനെയൊക്കെ മരിക്കണമായിരുന്നു? ബിക്കോസ് അവർക്കറിയായിരുന്നു, ഞങ്ങൾ കണ്ട, ഞങ്ങൾ കൂടെ നടന്ന, ഞങ്ങൾ തൊട്ടനുഭവിച്ച യേശു വ്യത്യസ്തനാണ്. കോടിക്കണക്കിന് ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്, എത്രയോ നൂറ്റാണ്ടുകളായിട്ടല്ലേ. പക്ഷെ നമ്മുടെ കർത്താവായ യേശുവിനെ നിങ്ങളൊന്ന് എടുത്ത് നോക്കേ. എവ്രിതിങ് വാസ് യുണീക്ക് അബൌട്ട് ഹിം. ഹിസ് ബർത്ത് വാസ് യുണീക്ക് അല്ലേ. ജനനം എങ്ങനെയാ? ഇവിടെ ജനിച്ച സകലരും ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും ഒരുമിച്ച് വരുമ്പോഴാണ് കുഞ്ഞുങ്ങളുണ്ടാവുന്നത്. പക്ഷെ യേശുവിൻ്റെ ജനനം എങ്ങനെയായിരുന്നു? സ്ത്രീയുടെ സന്തതിയായി അവൻ ജനിച്ചു, കന്യക ഗർഭിണിയായി ഉണ്ടായ ഒരു ജനനം. ഹിസ് ബർത്ത് വാസ് യുണീക്ക്, ഹിസ് ലൈഫ് വാസ് യുണീക്ക്. 33.5 വർഷം ഇവിടെ ജീവിച്ചെങ്കിലും യേശുവിനെ മാറി മാറി വിധിച്ചിട്ടും കോടതികൾ പറഞ്ഞു ഇവനിൽ ഒരു കുറ്റം കാണുന്നില്ല. എന്നാൽ നമുക്ക് തന്നെ അറിയാം, പുറത്ത് ലോകത്തിന് അറിയത്തില്ലെങ്കിൽ പോലും നമുക്കറിയാം നമ്മൾ എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നല്ലേ. പക്ഷെ യേശു ഒരിക്കലും ചോദിച്ചത്, നിങ്ങളിൽ ആരെനിക്ക് പാപബോധം വരുത്തും? നിർമ്മലനായി ജീവിച്ചു. ഇനി യേശുവിൻ്റെ ടീച്ചിങ്സ് ആ ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് അവരെ ഒരു കൗണ്ടർ കൾച്ചർ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു ചെകിട്ട് തടിച്ചാൽ മറ്റേതും കൂടെ കാണിച്ചു കൊടുക്കുക, നിങ്ങളുടെ ഹൃദയം രൂപാന്തരപ്പെടട്ടെ. ഈ അക്രമവും ഇതൊക്കെ ഉള്ള ലോകത്ത് വെളിച്ചമായി ഉപ്പായി നിങ്ങളുടെ നന്മ പ്രവർത്തികളുണ്ട് ഈ ലോകം ട്രാൻസ്ഫോം ചെയ്യപ്പെടട്ടെ എന്ന് യേശു പഠിപ്പിച്ചല്ലേ. ഹിസ് ടീച്ചിങ്സ് വാസ് യുണീക്ക് എല്ലാ സെൻസിലും അല്ലേ. ഇനി യേശുവിൻ്റെ മരണമോ? യേശുവിൻ്റെ മരണം വളരെ യുണീക്കാണ്. ഏതെങ്കിലും ഒരാളെ നോർമൽ ഡെത്ത് അല്ലാതെ വധശിക്ഷയ്ക്ക് വിധിക്കണമെങ്കിൽ ഒരു കുറ്റം എഴുതി വെക്കണം. പക്ഷെ കുറ്റം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇനി കുറ്റം അഥവാ എഴുതി വെച്ചതോ? അവരുടെ ടൈറ്റിൽസിൽ എഴുതി വെച്ചത് എന്താ? യഹൂദന്മാരുടെ രാജാവ് നസ്രായനായ യേശു. അത് സത്യമല്ലായിരുന്നു. ഒരു കുറ്റവും ചെയ്തില്ലാഞ്ഞിട്ടും അത്രയും ജനം കാണുക ക്രൂശിക്കപ്പെട്ട ഒരു യുണീക്ക് ഡെത്ത്. പക്ഷെ അതിലും ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. ഊനമില്ലാത്ത ഒരു
കുഞ്ഞാടായിരിക്കണം പെസഹ കുഞ്ഞാട്. സകല ജനത്തിൻ്റെയും പാപത്തിനു വേണ്ടി അറുക്കപ്പെടുന്ന കുഞ്ഞാടിനെ യെരൂശലേം കണ്ടു അല്ലേ. ഇനിയും യേശുവിൻ്റെ മരണം മാത്രമല്ല, അടക്കമോ അതും യുണീക്കായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞു തന്നു, ഇത്രയും നാണം കെട്ട രീതിയിൽ ക്രൂശിച്ചെങ്കിലും ഒരു നഗ്നനായിട്ട് അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കൊണ്ട് അവൻ എന്തിനായിരുന്നു, ഉഴവുചാല് പോലെ കീറി ചോരയൊലിക്കുന്ന ശരീരം, ഏറ്റവും നാണം കെട്ട് കിടന്ന ശരീരത്തെ ഒറ്റ സെക്കൻഡ് കൊണ്ട് അരിമത്യക്കാരൻ യോസഫ് ഏറ്റെടുക്കുന്നു, രാജകീയമായ രീതിയിൽ ബറി ചെയ്യുന്നു. ഹിസ് ബറിയൽ വാസ് യുണീക്ക്. അത്രയും നമ്മൾ മരിച്ചു ഉയർത്തെഴുന്നേൽപ്പില്ല, മരിച്ചു അടക്കത്തിലും യേശു തെളിയിക്കുകയായിരുന്നു താൻ മെഷിഹ ആയിരുന്നെന്ന്. ഇനി ഉയർത്തെഴുന്നേൽപ്പോ ലോക ചരിത്രത്തിൽ അതുപോലെ ഒന്നും ഉണ്ടായിട്ടില്ല. അവൻ്റെ ഒഴിഞ്ഞ കല്ലറ ഇന്നും വിളിച്ചു പറയുന്നു. ഒത്തിരി സ്കെപ്റ്റിക്സിന് പല ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, പല ആൻസേഴ്സും ഉണ്ടാകും. പക്ഷെ യേശുവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു തിരുവെഴുത്തുകളിൻ പ്രകാരം. ഇത് പ്രവാചകന്മാർ മുഖാന്തരമല്ല ചെയ്ത് ക്രിസ്തീയ സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിട്ട് യെരൂശലേമിൽ നിന്നും ക്രിസ്തീയ സഭ ലോകമെമ്പാടും വ്യാപിച്ചു. ഹിസ് റിസറക്ഷൻ വാസ് യുണീക്ക്. IMT ടോം വിളിച്ചു പറഞ്ഞു, ഹി ഈസ് നോട്ട് ദെയർ. ആ ടോമിൻ്റെ അകത്ത് യേശു കർത്താവില്ല, ഹി ഹാസ് റിസൺ. യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.